അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ എനിക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്തിൻ ഭാഗമാണ് ഇന്ന് രാത്രിയിൽ വായിച്ചു കേട്ടത്. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ ക്ഷീണം തോന്നും, വലിയ പ്രകാശമൊന്നും കാണാൻ സാധ്യതയില്ല. അതിന് കാരണം ദീർഘമായിരിക്കുന്ന യാത്രയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. ഇനിയും 10 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തുകയുള്ളൂ. പക്ഷെ ഇന്ന് രാത്രിയിൽ എനിക്ക് വീട്ടിൽ ചെല്ലണം. നാളെ സഭായോഗം നടത്തേണ്ടതും മറ്റൊരു അടിയന്തര കാര്യമുണ്ട്. നാളെ വീണ്ടും കൊട്ടാരക്കരയിൽ എത്തേണ്ടതായിട്ടുണ്ട്. എങ്കിലും നമ്മളെ ശക്തനാക്കുന്ന കർത്താവ് നമുക്ക് മധ്യത്തിലുള്ളത് കൊണ്ട് ഞാൻ വളരെ വിനീതനായി നിങ്ങളോട് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. 2 ഭാഗമായിട്ടാണ് ഇന്ന് രാത്രിയിൽ ഈ പ്രഭാഷണം നിവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം പൊതു ലോകത്തോടുള്ള ഒരു സന്ദേശമാണ്. രണ്ടാമത്തെ ഭാഗം സഭയോടുള്ള ഒരു സന്ദേശമാണ്. അതുകൊണ്ട് അകത്തും പുറത്തുമുള്ള ആളുകൾക്ക് ഇത് ഏറെ അനുഗ്രഹമാകും എന്നൊരു പ്രത്യാശയോടുകൂടി തന്നെ ഞാൻ എൻ്റെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കട്ടെ. വിശുദ്ധ ബൈബിൾ 2 ഭാഗമാണ് ഉള്ളത്. ഞാൻ എല്ലാ പ്രഭാഷണത്തിലും വിശുദ്ധ ബൈബിളിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ പ്രസ്താവിക്കാറുണ്ട്. അതിൽ ബൈബിളിൻ്റെ ആദ്യ ഭാഗമായിരിക്കുന്ന പഴയ നിയമം ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആരംഭിച്ചിട്ട് മലാഖി എന്ന് പറയുന്ന പ്രവചന ഗ്രന്ഥത്തിലാണ് അവസാനിക്കുന്നത്. 39 പുസ്തകമാണ് ആകെ ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബൈബിളിന്റെ രണ്ടാമത്തെ ഭാഗം പുതിയ നിയമമാണ്. മത്തായി എന്ന് പറയുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം രചിച്ചിട്ടുണ്ട്. അവിടെ ആരംഭിച്ച ഒടുവിൽ യോഹന്നാനുണ്ടായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ വിശദീകരണം. ആകെ 27 പുസ്തകം. അങ്ങനെ 39, 27, 66 പുസ്തകമായിട്ട് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രമാണ ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ബൈബിളിൽ ഒരു മതഗ്രന്ഥമല്ല, അതൊരു മാർഗത്തിന്റെ പുസ്തകമാണ് എന്നുള്ളതാണ് അതിനൊരു പ്രത്യേകത. ബൈബിളിന്റെ 1-ാം ഭാഗം വിവിധമായ കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ രാഷ്ട്രങ്ങളുടെ ഉൽപ്പത്തിയുണ്ട്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുണ്ട്, മനുഷ്യ സംസ്കാരത്തിന്റെ, സാഹിത്യത്തിന്റെ, കലയുടെ, സാംസ്കാരിക ബോധത്തിന്റെ, അങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി വിഷയങ്ങൾ. വിശേഷിച്ച് പ്രപഞ്ചത്തിന്റെ റീക്രിയേഷൻ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. പിന്നീട് നരവംശാസ്ത്രം എന്ന ഒരു വിഭാഗത്തിലേക്ക് മാറി ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തി, ആദമിൽ ആരംഭിച്ച് വരുന്നതായിരിക്കുന്ന മാനവജാതിയുടെ ഗതിവിഗതികൾ വളരെ മനോഹരമായി ഉൽപ്പത്തി പുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിന്റെ 5 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് മോശയാണ് എന്ന് നമുക്കറിയാം. ബാക്കിയെല്ലാം അവരവരുടെ പേരിൽ തന്നെയായിട്ടാണ് പുസ്തകം അറിയപ്പെടുന്നത്. പുതിയ നിയമം എന്ന് പറയുന്നതും വിവിധ വ്യക്തികളാണ് രചിച്ചിട്ടുള്ളത്. അതിന്റെ കേന്ദ്ര സന്ദേശം ദൈവരാജ്യമാണ്, യേശുക്രിസ്തുവിന്റെ രക്ഷണീയ പദ്ധതിയാണ്, മനുഷ്യന്റെ വിമോചനമാണ്. ദൈവസഭ എന്ന് പറയുന്ന ഒരു പുതിയ ആവിഷ്കാരമാണ്. ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പുതുലോക സാഹചര്യത്തിന്റെ, സാമൂഹിക വ്യവസ്ഥയുടെ ചിട്ടവട്ടങ്ങളെ കുറിച്ചുള്ള ചൂണ്ടിക്കാണിക്കലുകളാണ്. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും അതിന്റെ കേന്ദ്ര കഥാപാത്രമായി നിലനിൽക്കുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ്. പുതിയ നിയമത്തിൽ പ്രത്യക്ഷമായി, പഴയ നിയമത്തിൽ പരോക്ഷമായിട്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് രചയിതാക്കൾ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിളിന്റെ 2-ാം ഭാഗത്തിന്റെ അവസാന ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകമാണ് ഇന്ന് രാത്രിയിൽ നമ്മളുടെ ചിന്തകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള പുസ്തകം. പക്ഷേ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം കൂടെ ചേർത്ത് വെക്കാതെ അതിന്റെ പഠനം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. ഇതൊരു ക്ലാസ് അല്ല, സെമിനാർ അല്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ളതായ കാര്യത്തിന് വേണ്ടി ഞാൻ സമയം എടുക്കുന്നില്ല. പക്ഷെ ഏതാനും ചില കാര്യത്തെക്കുറിച്ചുള്ള ധാരണകൾ നിങ്ങൾക്ക് തരാതെ
എനിക്ക് ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയുമില്ല. ഉൽപ്പത്തി പുസ്തകം എല്ലാറ്റിൻ്റെയും ആരംഭമാണ് എന്ന് ഞാൻ തൊട്ടു മുമ്പെന്ന് പറഞ്ഞു നിർത്തി. എല്ലാറ്റിൻ്റെയും ആരംഭം. ഏറ്റവും മനോഹരമായിട്ടാണ് ദൈവം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്. എല്ലാം നല്ലതെന്ന് കണ്ടു, നല്ലതെന്ന് കണ്ടെന്നാണ് സൃഷ്ടിപ്പിന് ശേഷം അവിടെ വായിക്കുന്നത്. പക്ഷേ നല്ലത് എന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം പിന്നീട് ചീത്തയായി തീരുന്ന അനുഭവങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. പ്രപഞ്ചത്തിന്റെ കാര്യം മാത്രം എടുത്ത് നോക്കുമ്പോൾ അത് പാഴും ശൂന്യവുമായി തീരും. പ്രപഞ്ചത്തെ അടക്കി വാഴുവാൻ ദൈവത്തോട് സന്തുലിതാവസ്ഥകൾ നിലനിർത്തിക്കൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ എല്ലാ നിലകളിലും വളരെ നല്ല നിലയിൽ ജീവിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും പിന്നീട് ദൈവം ഖേദിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് അനുദപിക്കുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലതെന്ന് കണ്ടിട്ട് അവസാനം അതിനെക്കുറിച്ച് ദൈവത്തിന് ദുഃഖമുണ്ടാകുന്ന ചിത്രവും ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ആ തകർച്ചകളെ പരിഹരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലകളിൽ നടന്നതായിരിക്കുന്ന പരാജയങ്ങളെല്ലാം നികത്തിക്കൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് രാജ്യമാകട്ടെ, മനുഷ്യ ചരിത്രമാകട്ടെ, പ്രപഞ്ചമാകട്ടെ, എല്ലാം ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുന്നതിൻ്റെ വിശദീകരണം. അതാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ ഒരു സാധാരണ വിദ്യാർത്ഥിക്കോ ഒരു സാധാരണ അധ്യാപകനോ സാധിക്കില്ല, പഠിക്കാനും പഠിപ്പിക്കാനും. കാരണം മറന്നീക്കുക എന്നാണ് അതിൻ്റെ ശരിയായിരിക്കുന്ന അർത്ഥം. വെളിപ്പാട് എന്ന് പറയുന്നത് അപ്പോകാലിപ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദത്തിന്റെ ശരിയായിരിക്കുന്ന രൂപരേഖ. അപ്പൊ മറനീക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് മനുഷ്യനാൽ മാറ്റപ്പെടുന്നതല്ല, മറിച്ച് ദൈവത്താൽ സംഭവിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. വെളിപ്പാട് എന്ന് പറയുന്നത് അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ശരിയായിരിക്കുന്ന ഒരു വീക്ഷണത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ് പരമപ്രധാനം. എല്ലാ യോഗത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം, അത് മാത്രമായിരിക്കണം. എല്ലാ യോഗത്തിൽ കൂടെയും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കുറിച്ച് ഓരോ വ്യക്തികൾക്കും വെളിപ്പാടുണ്ടാകണം എന്നുള്ളതാണ്. വെളിപ്പെടുത്തുകയും വെളിപ്പാട് പ്രാപിക്കുകയും ചെയ്യണം. ആ സുവർണ അവസരമാണ് ഇന്ന് രാത്രിയിൽ ഉറുകുന്നതിന് ദൈവം തന്നിട്ടുള്ളത്. പൊതുലോകത്തിനും വിശ്വാസ സമൂഹത്തിനും. വിശ്വാസ സമൂഹം പറയുന്നു, ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ ദൈവത്തെ അനുഭവിച്ചു, എനിക്ക് ദൈവത്തെ അറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അറിയേണ്ടതുപോലെ ഇന്ന് വരെയും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 4:1 വായിക്കുന്നത് പോലെ, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, ഇവിടെ കയറി വരിക എന്ന ആഹ്വാനത്തെ പ്രതി ഒരു പടിയും കൂടെ മുമ്പോട്ട് ചൂട് വെക്കേണ്ടതായിട്ടുണ്ട്. പൊതുലോകത്തോട് ഇത് എന്ത് എന്ന് അറിയുവാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നാണ് 1-ാം അധ്യായത്തിന്റെ ആ താഴോട്ടുള്ള ഭാഗത്തിൽ വായിക്കുന്നത്. പൊതുലോകത്തോടുള്ള സന്ദേശം ഒന്ന് തിരിഞ്ഞു വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ 2 വാക്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ ഒടുവിൽ പ്രസ്താവിച്ച് ഈ പ്രഭാഷണം അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തിൽ ഞാൻ തൽക്കാലം വിട പറയുന്നു. 2-ാമത്തെ ഭാഗം, ഈ വെളിപ്പാട് പുസ്തകം രചിച്ചത് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. യോഹന്നാനെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുള്ള ഒരു പുരുഷനാണ്. യേശുക്രിസ്തുവുമായിട്ട് മാത്രം ചേർത്ത് അദ്ദേഹത്തെ നാം ഒരു പഠനത്തിന് വേണ്ടി വിധേയപ്പെടുത്തിയ യേശുവിന്റെ അമ്മയും യോഹന്നാന്റെ അമ്മയും തമ്മിൽ ഒരു ജഡബന്ധമുണ്ട്, ഒരു രക്തബന്ധമുണ്ട്. അവർ സഹോദരിമാരാണ്. ആ നിലകളിൽ യോഹന്നാന് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രശംസിക്കാനായിട്ടുള്ള ഏറെ വകയുണ്ട്. എന്നാൽ യോഹന്നാൻ ആ ബന്ധത്തെക്കുറിച്ച് എങ്ങും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ രഹസ്യമായിരിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടെന്നാൽ ജഡബന്ധം, രക്തബന്ധം എന്നതിനെ കഴിഞ്ഞ അപ്പുറമായിട്ട് ആ ഒരു ബന്ധത്തെ ലോകത്തിന് മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ ജ്യേഷ്ഠനും അനുജനുമായി പോകും. ആ ഒരു ബന്ധം ലോകത്തിന് മുമ്പിൽ വിഭാവന ചെയ്താൽ യേശുവിന്റെ ദൈവത്വത്തിന്റെ ആധികാരികൾക്ക് കോട്ടം വരുമോ എന്നൊരു പക്ഷേ യോഹന്നാന് തോന്നലുണ്ടായത് കൊണ്ടാകാം തന്റെ രചനകളിൽ മുഴുവൻ എന്റെ ചേട്ടനായ യേശു എന്നല്ല പറയുന്നത്, ദൈവപുത്രനായ യേശു, ദൈവപുത്രനായ യേശു. നമ്മുടെ കരമൊന്ന് ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. യേശുവിനെ നമുക്ക് ഉയർത്തി പറയാൻ കഴിയുന്നത് ദൈവപുത്രനായ, ദൈവമായ അവസ്ഥകളിൽ മാത്രമായിരിക്കണം.
അവനല്ലാതെ ദൈവമില്ല, അവനെ പോലെ ആരാധ്യൻ വേറെ ആരുമില്ല, അവൻ മാത്രം ഏക സത്യ നിത്യ ദൈവം. അപ്പോൾ ആ ഒരു മേഖലയിൽ യോഹന്നാന്റെ പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിച്ചു. രണ്ടാമത്തെ ഭാഗം, താൻ മറ്റ് സ്ത്രീഹന്മാരിൽ നിന്നുള്ള വ്യത്യസ്തത പുലർത്തുന്നത് തന്റെ രചനകളിൽ നിന്നുമാണ്. മറ്റ് അപ്പോസ്തലന്മാരൊക്കെ ഒന്നോ രണ്ടോ ലേഖനങ്ങൾ കൊണ്ടൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാനെ സംബന്ധിച്ച് 5 രചനകളാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന് സുവിശേഷം, രണ്ടാമത്തത് 3 ലേഖനങ്ങൾ, നാലാമത്തത് വെളിപ്പാട് പുസ്തകമാണ്. ഇങ്ങനെ 5 രചനകൾ താൻ നടത്തിയിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ കൂടെ താൻ ലോകത്തിന് മുമ്പിൽ യേശുവിനെ അവതരിപ്പിക്കുന്നത് ദൈവപുത്രനായിരിക്കുന്ന യേശുവെന്ന ആ അടിസ്ഥാനത്തിൽ, ലേഖനങ്ങളിൽ കൂടെ യേശുക്രിസ്തുവിനെ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും അവന്റെ പവിത്രതയും അവന്റെ പരിശുദ്ധതയും ഒക്കെ ഏറെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു. ജ്ഞാനവാദികൾ എന്നാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്നോസ്റ്റിസം. അവർ പറയുന്ന യേശു ഒരു മായാവിയാണ്, ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷെ മായാവിയാണ്. നിങ്ങൾ ഈ പറയുന്ന ദൈവികതത്വമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് അവർ പറഞ്ഞു പരത്തുമ്പോൾ യോഹന്നാൻ പറയണല്ല, ഞങ്ങൾ കൈകൊണ്ട് തൊട്ടതാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങൾ ചെവി കൊണ്ട് കേട്ടതാണ് എന്ന് പറഞ്ഞാൽ യേശു ഒരു മിത്തല്ല, അവനൊരു ചരിത്രമാണെന്ന് അവൻ തന്റെ രചനയിൽ കൂടെ സ്ഥാപിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങൾക്ക് ലോകത്തോട് പറയാറുള്ളത്. യേശു ഒരു മിത്തല്ല, യേശു ഒരു ചരിത്രമാണ്. സകലത്തിന്റെയും ആരംഭം അവനിൽ നിന്നാണ്. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അവനാണ് സകലത്തിന്റെയും കാരണഭൂതൻ. നമ്മുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച അല്പസമയം സകലത്തിനെയും കാരണഭൂതനായ കർത്താവിനെ ഒന്ന് ആരാധിക്കാം. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇല്ലാത്തതിന് ഉള്ളതുപോലെ ശൂന്യതിനെ വിളിച്ചു കൊടുക്കാൻ കരുത്തുള്ള കർത്താവ് ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉളവായി വന്നതെല്ലാം അവന്റെ വചനത്താൽ ആകുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തിന്റെ ശൂന്യതകളെ നോക്കി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഇല്ലാത്തത് ഉളവായി വരട്ടെ, സമാധാനമില്ലെങ്കിൽ അത് ഉളവായി വരട്ടെ, സന്തോഷമില്ലെങ്കിൽ അത് ഉളവായി വരട്ടെ, സൗഖ്യമില്ലെങ്കിൽ അത് ഉളവായി വരട്ടെ, സ്വാതന്ത്ര്യമില്ലെങ്കിൽ അത് ഉളവായി വരട്ടെ. ഇന്ന് രാത്രി വിമോചനത്തിന്റെ കാഹളം ഈ രാത്രി ഞങ്ങൾ ഉയർത്തി പറയുകയാണ്. യേശു മാത്രം ദൈവം, യേശു മാത്രം വിമോചകൻ, യേശു മാത്രം സകലത്തിന്റെയും കാരണഭൂതൻ. ലേഖനങ്ങളിൽ കൂടെ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കൃത്യമായി അവതരിപ്പിക്കും. പക്ഷെ പ്രവചന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് അങ്ങനെയല്ല. മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെയല്ല, വഴിയരികിൽ പിറന്നിട്ട് കാലിത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെയല്ല, കള്ളന്മാർക്ക് നടുവിൽ കിടക്കുന്ന യേശുവിനെയല്ല, പീലാത്തോസ് ന്യായം വിധിക്കുന്ന യേശുവിനെയല്ല, ജനക്കൂട്ടം മറയിൽ നിന്നും തള്ളിയിടാൻ ശ്രമിക്കുന്ന അവരുടെ നിന്ന് കടന്നു പോകാതിരിക്കുന്ന യേശുവിനെയല്ല, അശനർക്ക് ആരംഭമായി തീരുന്ന ആഹാരമില്ലാത്തവർക്ക് അത്ഭുതങ്ങളിൽ കൂടി ആഹാരം കൊടുത്ത മരിച്ചവർ ഉയർപ്പിക്കുന്ന യേശുവിനെ ഒന്നുമല്ല പ്രവചന ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാടിൽ കൂടെ താൻ അവതരിപ്പിക്കുന്നത്. മരിച്ചു തേജോപൂർണ്ണമായിരിക്കുന്ന യേശുവിനെ, മാറത്ത് പൊൻകച്ച കെട്ടിയവനെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനെ, ഹാലലിയ പെരുവെള്ളത്തിൽ ഇരച്ചിപ്പോൾ ശബ്ദമുള്ളവനെ, സകലത്തിന്മേൽ അധികാരമുള്ളവനെ, സകലത്തെ വീണ്ടിച്ച് വലിച്ചു വഴി നടത്താൻ കരുത്തുള്ളവനെ, ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പൂർണ്ണതയത്തിന്റെ വെളിപ്പാടിന്റെ രചനയിൽ കൂടെ അവതരിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ആ വെളിപ്പാടാണ് ഈ ദേശത്തിൽ ഉണ്ടാകേണ്ടത്. ആ വെളിപ്പാടാണ് ഈ പന്തലിൽ ഉണ്ടാകേണ്ടത്. അവൻ കേവലം മരത്തിൽ തൂങ്ങിക്കിടക്കുന്നവനല്ല, അതിനപ്പുറമായി തന്റെ ദൈവാധിപത്യത്തിന്റെ കനക സിംഹാസനത്തിരിക്കുന്ന ദൈവത്തിന്റെ പൂർണ്ണതയുടെ തേജസ്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മഹത്വപൂർണ്ണനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അത് പ്രാപിക്കുന്ന ദൈവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വെളിപ്പെട്ട് വരുന്ന ഓരോ ഇടങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വെളിപ്പാടുകൾക്കെതിരെ, ദൈവപുത്രന്റെ സാന്നിധ്യത്തിനെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ കോട്ടകളിന്മേൽ ഇന്ന് രാത്രി പാതാളത്തിന്റെ ജയമെടുത്ത, മരണത്തിന്റെ ജയമെടുത്ത, സർവശക്തിയുടെ മേൽ ജയമെടുത്ത ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ജീവിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ചരിത്രത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് രാത്രി ദേശം വിടുവിക്കപ്പെടട്ടെ, ഇന്ന് രാത്രി കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ഇന്ന് രാത്രി ചില വ്യക്തികൾ സൗഖ്യമാകട്ടെ, ഇന്ന് രാത്രി ഈ പന്തലിൽ ചിലർ അഭിഷേകം പ്രാപിക്കട്ടെ, ചിലർ കൃപയുടെ അളവിലേക്ക് ഒരു പടി കൂടെ കടന്നു വരട്ടെ. വെളിപ്പാടിന്റെ അനുഭവത്തിൽ പിന്മാറി നിൽക്കുന്നവർ വെളിപ്പാടിന്റെ പുതിയ ഫലങ്ങളിലേക്ക് ഇന്ന് രാത്രി ചുവടുവെക്കട്ടെ.
പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. എല്ലാ ക്ഷീണവും മറന്ന്, എല്ലാ ഭാരവും മറന്ന്, എല്ലാ നിരാശകളും സംശയങ്ങളും മറന്ന് ഇന്ന് രാത്രി വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവാധിപത്യത്തിന് മുമ്പിൽ ഇന്നാടെ യോഗ്യനെന്ന് മൂപ്പന്മാർ പറയുന്നത് പോലെ അവന്റെ യോഗ്യത ഓർത്തുകൊണ്ട് കരമടിച്ച് കൃപ പ്രാപിച്ചവര് അന്യഭാഷകൾ അല്പസമയം ആരാധിക്കാം. എന്റെ പ്രസംഗം ഇവിടെ മുഴുമിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹവും എനിക്കില്ല. ആമേൻ, സ്തോത്രം. ആരാധന വെളിപ്പെടുന്നുവെങ്കിൽ അതാണ് ഇന്ന് രാത്രി ലോകത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ചില ഭൂതം വിട്ടുപോകുന്നുവെങ്കിൽ അതാണ് യോഗത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ചില അഭിഷേകം പ്രാപിക്കുന്നുവെങ്കിൽ അതാണ് യോഗത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ചില പിന്മാറ്റക്കാർ മടങ്ങി വരുന്നുവെങ്കിൽ അതാണ് യോഗത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രസംഗത്തിന്റെ പൂർത്തീകരണമല്ല. അതുകൊണ്ട് കൃപ പ്രാപിച്ചവർ അടങ്ങിയിരിക്കാതെ ശബ്ദമുയർത്തി, കാഹളം പോലെ ശബ്ദമുയർത്തി കരമൊന്ന് ചേർത്തടിച്ച് മടുത്തുപോകാൻ ആത്മാവിൻ ശക്തിയോടെ ദൈവസന്നിധിയിൽ സമയം ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളുടെ കെട്ടുകളറിയട്ടെ, ദുർമന്ത്രവാദികളുടെ ശക്തികളറിയട്ടെ, മാനുഷികാധിപത്യങ്ങൾ തകർന്നടിയട്ടെ, ഇരുട്ടിന്റെ കോട്ടകൾ തകരട്ടെ. ഈ ദേശത്ത് അടക്കിവാഴുന്ന മലദൈവങ്ങളുടെ ശക്തികൾ ഇന്ന് രാത്രി ഉച്ചയോടെ മുറിയട്ടെ. ദൈവസഭയുടെ പുതിയ പണിക്കുള്ള ആണിക്കല്ലുകൾ കയറട്ടെ. വിശുദ്ധ ജനം ചാടികൾ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ പിന്നിലെ പശ്ചാത്തലവുമുണ്ട്. വെളിപ്പാട് പുസ്തകം വെറുതെ പിറന്നതല്ല, വെറുതെ ഇരുന്നപ്പോൾ താൻ രചിച്ചതുമല്ല, ഒരു നേരം പോക്കിനായിട്ട് അത് രചിച്ച് പുറത്തിറക്കിയ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമല്ല. കഠിനമായിരിക്കുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ വില കൊടുത്തപ്പോൾ ആ സാഹചര്യത്തിൽ തനിക്കുണ്ടായ ദൈവ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിറന്നു വീണ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിബിഡമായിരിക്കുന്ന പത്മോസ് എന്ന് പറയുന്ന ഈജിയൻ എന്ന് പറയുന്ന ദ്വീപിൽ ഒരു രാഷ്ട്രീയ തടവുകാരനായി നാടുകടത്തപ്പെട്ടവനായി ഏകാന്തതയിൽ വസിക്കുമ്പോൾ കൊടും വിഷം ചീറ്റുന്നതായ സർപ്പങ്ങൾ സീക്കാരങ്ങളോട് ഇടഞ്ഞു നടക്കുന്ന ശബ്ദം അവന്റെ കാതുകളിൽ കേൾക്കാം. തനിക്ക് മുമ്പ് നാടുകടത്തപ്പെട്ടതായ തടവുകാരുടെ അസ്ഥിവഞ്ചനകൾ അങ്ങിനായി ചിതറിക്കിടപ്പുണ്ട്. അതിന്റെ ദുർഗന്ധങ്ങൾ തന്റെ നാസാര ഗ്രന്ഥങ്ങളിൽ വന്ന് പതിക്കുന്നു. ആ ശേഷിക്കുന്ന മാംസത്തുണ്ടുകളെ കൊത്തിപ്പറിക്കുവാൻ പറന്നെടുക്കുന്ന കഴുകന്മാരുടെ ചിറകിടി ശബ്ദവും ആ കണ്ണു കുത്തിപ്പൊട്ടിക്കപ്പെട്ട മനുഷ്യന്റെ കർണങ്ങളിൽ കേൾക്കാറുണ്ട്. കല്ലോലജാലങ്ങളാൽ നിമിടീകൃതമായിരിക്കുന്ന അന്തരീക്ഷമാണ് ഈജിയൻ ദ്വീപിലുള്ളത്. മരണം ഏത് സമയത്തും നടക്കാം. ഏത് സമയത്തും താൻ ഈ ലോകത്തിന് മുമ്പിൽ ഒരു ഓർമ്മ ചിത്രമാകാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ കർത്തു ദിവസത്തിൽ താൻ ആത്മാവിന്റെ വിവിശതയിലേക്ക് മാറ്റപ്പെടാൻ ദൈവം ആ മനുഷ്യന് കൃപ തോന്നി. ആ മനുഷ്യന് ദൈവത്തിന് കൃപ തോന്നിയെങ്കിൽ ഇന്ന് രാത്രി ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് മധ്യത്തിൽ നാളെയെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട്, ഇനി ഒന്നും ചിന്തിക്കാനില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ കൂടെ മുമ്പോട്ട് പോകുന്നവർ ചെവി തുറന്ന് കേൾക്കണം. ഇത് നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. ഈ തുരുത്തിൽ നീ ഏകാന്തനായി പോകാൻ ദൈവം അനുവദിക്കില്ല. ഈ തുരുത്തിൽ നിന്നെ മണ്ണിട്ട് മൂടാൻ അനുവദിക്കുകയില്ല. ഈ ദ്വീപിൽ നിന്ന് നീ പുറത്തു വരത്തക്ക നിലകളിൽ നിനക്ക് മുമ്പിൽ വെളിപ്പെട്ട് വരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ, നീ എന്നെ പ്രതി നാട് കടത്തപ്പെട്ടവനായി, നാടും വീടും നഷ്ടപ്പെട്ടവനായി ഇവിടെ ഏകാന്ത പതിനായി നിലനിൽക്കുന്നുവെങ്കിൽ നിന്നെ ഞാൻ ചരിത്രമാക്കി ആൾക്കൂട്ടത്തിനിടയിലേക്ക്, സാമ്രാജ്യങ്ങൾക്ക് മുമ്പിലേക്ക്, ആധികാരികളുടെ മുമ്പിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഈ ദ്വീപിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കൊമ്പനുള്ളിൽ വ്യാപരിക്കുന്നവർ തിരിച്ചറിയുന്നവർ അടങ്ങിയിരിക്കേണ്ട, ഈ ദേശത്ത് വ്യാപരിക്കുന്ന
യാഗങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത, നേർച്ച കാഴ്ചകൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത, ആയുധ പരിശീലനത്തിൽ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വലിയ പരിഹാരം നിനക്ക് തരാൻ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട ദുരിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരാൻ താല്പര്യപ്പെടുമ്പോൾ, സ്നേഹിത, ഇന്ന് രാത്രി നിന്റെ വീടിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിനക്ക് മുന്നിൽ പറന്നു പോകുന്ന രാത്രിയാണെന്ന് പറയാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുകയാണ്. അല്ല, ഈ ഇരുട്ടുകോട്ടയ്ക്കുള്ളിൽ നീ ഒറ്റപ്പെട്ടവരായി കിടക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിന്റെ സമ്മതം കൂടാതെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ താല്പര്യപ്പെടുന്നവനല്ല. നീ സ്വയം സമ്മതിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ വാതിൽ നിന്ന് തുറന്നു കൊടുത്താൽ ഒരു പുതിയ പുലരി കാണാൻ നിന്റെ കണ്ണുകൾക്ക് ദൈവം ഭാഗ്യമൊരുക്കും. ഒരു പുതിയ ജീവിത നിലവാരം ഉണ്ടാകാൻ ദൈവം നിന്റെ മുമ്പിൽ ഒരു പുതിയ വാതായനം തുറന്നിടും. അങ്ങനെ തുറന്നിട്ടത് കണ്ട് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചവരാണ് ഞങ്ങൾക്ക് ഒരുപോലെ കരമുയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇന്നലകളെ കഴിഞ്ഞു പോയി ഞങ്ങൾ ക്രിസ്തുവിൽ പുതിയ ജീവിതങ്ങളായി തീർന്നു. ഞങ്ങളുടെ ജീവിതം ആനന്ദപുളകിതമായി തീരാൻ കാരണം ഞങ്ങൾ ജനിച്ച് ജീവിച്ചതായ മതപശ്ചാത്തലങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളോ ഞങ്ങൾ ശീലിച്ചതായ പരിശീലനങ്ങളോ ഞങ്ങളുടെ അറിവുകളോ ഒന്നുമല്ല. അതിനപ്പുറമായി ഞങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി പർവ്വതം പോലെ ഉയർന്നിരുന്ന ചില പ്രതിസന്ധികൾക്ക് മുമ്പിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ഉത്തരവുമായി കടന്നു വന്ന ചില വ്യക്തികളുടെ സാന്നിധ്യം മൂലം ഞങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവിക വെളിപ്പാടാണ്, ദൈവത്തെക്കുറിച്ചുള്ള അവബോധമാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെങ്കിൽ ഈ രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ചില കുടുംബങ്ങൾ ജീവിതം മാറ്റിമറിക്കാൻ കാലത്തിന്റെ കതിരവനായ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെറുതെ പിറന്നതല്ല ഈ ജീവിത പശ്ചാത്തലമൊക്കെ ഞങ്ങൾക്കുണ്ടായത്, വെറുതെയല്ല. ഇതിനു മുന്നിൽ ശക്തമായി വില കൊടുക്കേണ്ടി വന്നു. ആ വിവിധതയുടെ അനുഭവത്തിൽ ഞങ്ങൾ ദൈവത്തെ അഭിമുഖമായി കണ്ടതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായി തീർന്നു. ആ അർത്ഥങ്ങളിലേക്ക് നയിക്കുവാൻ ഇന്നും ദൈവം വിശ്വസ്തനാണ്. അതിനെന്താണ് ആധാരം? അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? യോഗ്യത എന്താണ്? മറ്റൊന്നുമില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു മലയും കയറണ്ട, ഒരു പുണ്യവും ചെയ്യണ്ട, ഒരു പൂജയും ചെയ്യണ്ട, ഒരു തീർത്ഥാടനവും നടത്തണ്ട, ഒരു ശരീരദണ്ഡനവും നടക്കണ്ട, ഒട്ടും നാണയത്തൊട്ട് വാരിയെറിയണ്ട, ഒരു മെഴുകുതിരിയും കത്തിക്കണ്ട. കിടക്കുന്ന കിടപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് യേശുവിനെ ദൈവപുത്രനായി ഹൃദയത്തിൽ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ നിറം മാറുകയാണ്. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ മാറുകയാണ്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരികയാണ്. ഇന്ന് രാത്രി നിന്റെ മനസ്സിന്റെ കുറ്റബോധത്തിന്റെ കൺമതിലുകൾ ഇടിഞ്ഞു വീഴുകയാണ്. ഒരു പുതിയ പ്രഭാതം നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. യോഹന്നാന് ആത്മാവിന്റെ വിവിധത ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എന്തെന്നറിയുവാൻ അദ്ദേഹം തിരിഞ്ഞു നോക്കിയെന്നാണ് വായിക്കുന്നത്. സുവിശേഷ യോഗത്തിന്റെ ആത്യന്തിക സന്ദേശം ഞങ്ങൾ ലോകത്തോട് പറയുന്നത്, ആവശ്യപ്പെടുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കാനാണ്. എന്താണെന്ന് അറിയാനൊന്ന് തിരിഞ്ഞു നോക്കുക, ഒന്ന് അന്വേഷിച്ചു നോക്കുക. ഇത് സത്യമാണോ എന്നറിയാൻ ഒരു പരീക്ഷണം നടത്തുക. നീ നിന്നെ കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുക. നീ നിന്നിലേക്കൊന്ന് തിരിയുക. അതാണ് സുവിശേഷ യോഗത്തിന്റെ സന്ദേശം. അതിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് മാനസാന്തരപ്പെടുക. മനസ്സിനുണ്ടാകുന്ന മാറ്റത്തിന് പറയുന്ന പേരാണ് മാനസാന്തരം. അതിനെ മതപരിവർത്തനമായി മുദ്ര കുത്തിയതുകൊണ്ടും ജീവിതത്തിന് മാറ്റമുണ്ടാകില്ല. ജീവിതത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ മാനസാന്തരപ്പെടണം. തെളിവുണ്ടോ എന്നാണ് ചില വിശ്വാസികളായിരിക്കുന്ന ആളുകൾ ചോദിക്കുന്നത്. യോഹന്നാൻ തിരിഞ്ഞു നോക്കിയതും മാനസാന്തരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 19-ാമത്തെ വാക്യത്തിൽ ശ്രീഹൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുക. മാനസാന്തരത്തിനായി നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുക. യോഹന്നാൻ കേട്ട ശബ്ദം എന്താണെന്ന് അറിയാൻ അദ്ദേഹം തിരിഞ്ഞത് മറ്റാരുടെ മുഖത്തേക്കല്ല തിരിഞ്ഞു നോക്കിയത്, സാക്ഷാൽ ദൈവപുത്രന്റെ മുഖത്തേക്കായിരുന്നു.
അദ്ദേഹം തിരിഞ്ഞപ്പോൾ കണ്ടത് സർവശക്തനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ, അദ്ദേഹത്തിന്റെ ദിവ്യ രൂപത്തെ, അദ്ദേഹത്തിന്റെ ദൈവത്വത്തെ, അദ്ദേഹത്തിന്റെ ആധികാരികതയെ, അദ്ദേഹത്തിന്റെ മഹത്വത്തിന്, തേജസ്സിനെ താൻ തന്റെ കണ്ണുകൊണ്ട് കണ്ടുവെന്നാണ്. കണ്ട കാര്യമാണ് താൻ അവിടെ രേഖപ്പെടുത്തുന്നത്. ഞാൻ കണ്ടു, ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ ദൈവത്തെ അനുഭവിച്ചു. അദ്ദേഹം തന്റെ ലേഖനങ്ങളിൽ കൂടെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കത്തക്ക നിലയിൽ പറയുകയാണ്, ഞാൻ ദൈവത്തെ കണ്ടു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാ, ദൈവത്തെ കാണേണ്ട സ്ഥാനത്ത് നീ മറ്റാരെ കണ്ടാലും നിന്റെ ജീവിതം ഗതിപിടിക്കാൻ പോകുന്നില്ല. നീ ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടാൽ, കാണേണ്ടവനെ കണ്ണു തുറന്ന് കണ്ടാൽ നിന്റെ ജീവിതം വഴിമാറുമെന്ന് എന്ന് പറയേ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സ്നേഹിത. നീ കണ്ടതൊന്നും ദൈവങ്ങളല്ല, നീ കണ്ടതൊന്നും ദൈവമല്ല, നീ കേട്ടതൊന്നും ദൈവത്തിന്റെ കാര്യങ്ങളല്ല. അത് മായയാണ്, അത് വൃഥാവാണ്. ദൈവമെന്ന് പറയുന്നത് ഒന്നേയുള്ളൂ, അത് ഞങ്ങൾ ഉയർത്തി പറയുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. നിങ്ങൾ ഈ യേശുവിനെ ഏത് രീതിയിൽ ചിത്രീകരിച്ചാലും ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയുന്നുമില്ല. യേശുവിന്റെ ദൈവത്വത്തിന് നേരെ നിങ്ങൾ ഏതെങ്കിലും അപമാന ശരങ്ങൾ തൊടുത്തുവിട്ടാലും ഞങ്ങളും ആളും വാക്കത്തിയുമായിട്ടും കൂടെ വരികയില്ല. ഒരു ധരാപോയും ഒരു സമരപ്രക്ഷുബ്ധമായ അന്തരീക്ഷം തീർക്കുകയില്ല. എന്താ കാരണം? ഞങ്ങൾ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരല്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. ദൈവം അവൻ ദൈവമാണെന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾ വാളും വാക്കത്തിൽ നിന്ന് എടുക്കേണ്ട. അവൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞ അതേ മുദ്രാവാക്യം ഈ കൺവെൻഷൻ പന്തലിൽ അണിനിരന്നിരിക്കുന്ന വിശ്വാസ സമൂഹങ്ങളെ സാക്ഷി നിർത്തി ഉരുകുന്നു ദേശത്തോട് പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആവാസത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ മറ്റൊരു നാമവുമില്ല. ആമേൻ പറഞ്ഞ് കരമടിച്ച് ദൈവത്തിൽ നിന്ന് ബലപ്പെടുത്താം. അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കരമടിച്ച് അല്പസമയം ആരാധിക്കാം. വെളിപ്പാട് പുസ്തകം ദൈവത്തെ കുറിച്ചുള്ള മാത്രമുള്ള വെളിപ്പാടല്ല. പുനരാഗമനം, മരിച്ചവരുടെ ന്യായവിധി, സാമ്രാജ്യങ്ങളുടെ തകർച്ച, പുതുവാന ഭൂമി, സാത്താന്റെ അവസാനം, അങ്ങനെ തുടങ്ങുന്ന വിശ്വാസികളുടെ ന്യായവിധി തുടങ്ങുന്ന ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മനോഹരമായൊരു പുൽമേടാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. അതിലെ 1-ാം അധ്യായം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യോഹന്നാന്റെ വെളിപ്പാടാണ്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ജഡാവതാരമെടുത്ത് മനുഷ്യനായി ഭൂമിയിൽ വന്ന് 33.5 വർഷം ഒരു മനുഷ്യനായി ജീവിച്ച ഒരു ദൈവത്തെ അല്ല, യേശുവിനെ അല്ല യോഹന്നാൻ അവിടെ കാണുന്നത്. മറിച്ച് തന്റെ ദൈവാധിപത്യത്തിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന മഹത്വപൂർണ്ണനായിരിക്കുന്ന ദൈവത്തെ യോഹന്നാൻ അവിടെ കാണുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, ത്രികാല അനുഭവങ്ങളെ വിശദീകരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കുവാനുള്ളതുമായ കാര്യത്തെക്കുറിച്ച് എഴുതുക എന്നാണ്. നീ കണ്ടത് എന്ന് പറയുന്ന കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. താൻ തിരിഞ്ഞപ്പോൾ കണ്ട യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, മാറത്ത് പങ്കച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായി എന്നൊക്കെ നാം കാണുന്നതായ ആ വിശദീകരണം, നീ കണ്ടതായ കാര്യം, ഇന്നലകളിൽ സംഭവിച്ചതായിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് ഈ ഗ്രന്ഥരചന നടക്കുമ്പോൾ യോഹന്നാൻ ഈജിയൻ ദ്വീപിലായിരിക്കുമ്പോൾ അന്ന് ലോകത്തിൽ നിലനിന്ന പ്രസിദ്ധമായിരിക്കുന്ന 7 ക്രൈസ്തവ സഭകളുണ്ട്. ആ സഭകളെ കുറിച്ചുള്ള വിശദീകരണം 2-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എഫെസോസ് മുതൽ ആരംഭിക്കുന്നതായ സഭയുടെ നിജസ്ഥിതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഓരോ സഭകളുടെ ഗുണവും ദോഷവും ഒക്കെ ദൂതൻ യോഹന്നാന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് വെളിപ്പെട്ടു നിൽക്കുന്ന സർവാധിപത്യമുള്ള സർവശക്തനായിരിക്കുന്ന യേശുവിന്റെ കയ്യിലെ 7 നിലവിളക്കും 7 നക്ഷത്രവും നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ 7 നക്ഷത്രം ആ സഭയുടെ 7 പാസ്റ്റർമാരാണ്, 7 ശുശ്രൂഷകന്മാരാണ്. ആ കയ്യിലിരിക്കുന്ന 7 നിലവിളക്ക് 7 സഭകളാണ്. നക്ഷത്രം ശുശ്രൂഷകന്മാരും
നിലവിളക്ക് ദൈവത്തിന്റെ സഭയുമാണ്. രണ്ടും പ്രകാശം വരുത്തുന്നതാണ്, രണ്ടും ഇരുട്ടിൽ പ്രകാശിക്കേണ്ടതാണ്, രണ്ടും മാർഗം കാട്ടേണ്ടതാണ്, രണ്ടും ലോകത്തിന് മുമ്പിൽ തെളിഞ്ഞു നിൽക്കേണ്ടതാണ്, രണ്ടും മറഞ്ഞിരിക്കാൻ പാടുള്ളതല്ല, ശോഭയോടെ കത്തേണ്ടതാണ്. ഇന്നലകളിലെ ശുശ്രൂഷയല്ല, എനിക്ക് മുമ്പിലും പിന്നിലും അണിനിരന്നിരിക്കുന്ന ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ ചെയ്യേണ്ടത്. ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് 2024 കഴിഞ്ഞ അപ്പുറമായുള്ള തേജസ്സിന്റെ ശുശ്രൂഷയ്ക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിധേയപ്പെടുത്തി കൊടുത്താൽ, യോഹന്നാനെ നിന്റെ ശുശ്രൂഷ നിമിത്തം ഒരു പോളികാർപ്പിനെ എഴുന്നേൽപ്പിച്ചതുപോലെ നിനക്ക് ശേഷം അതിമഹത്തായ ചില ശുശ്രൂഷ ചെയ്യേണ്ടതിന് ദൈവം ചിലരെ നിന്നിൽ കൂടെ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. നീ അത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടാണ് നിന്റെ കരങ്ങളിൽ അവൻ വഹിച്ചുകൊണ്ട് ഇവിടെ വരെ വന്നത്. ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും സംഭവിച്ചിട്ടും നിന്റെ വീഴ്ചയും താഴ്ചയും വകവയ്ക്കാതെ തള്ളിക്കളയാതെ, കയ്യിൽ നിന്നും വലിച്ചെറിഞ്ഞു കളയാതെ, കയ്യിൽ പിടിക്കുകയും മാറോട് ചേർത്ത് അടയ്ക്കുകയും ചെയ്തതിന് പിന്നിലെ കാരണം 7 നക്ഷത്രങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ടാണ്. ഇന്ന് രാത്രി ആ പദ്ധതി മനസ്സിലാക്കി രാഷ്ട്രീയം നിർത്തി, പരദൂഷണം നിർത്തി, വർഗീയത നിർത്തി, തൊഴുത്തിൽ കുത്തു നിർത്തി, ഇടപാടുകൾ നിർത്തി, ബ്രോക്കർ കച്ചവടം നിർത്തി, വ്യാപാരം നിർത്തി, കൃപയിലേക്ക് മടങ്ങി വന്നാൽ ഇന്നലകളിലെ പോലെ നിന്നെ പ്രകാശിപ്പിച്ചാൽ കരുത്തുള്ള ലോകത്തിന്റെ വെളിച്ചമായവൻ ഇന്ന് രാത്രി നിന്നൊരു പുതിയ അഭിഷേകത്തിനെ കൊണ്ടുപോകുവാൻ വിശ്വസ്തനാണെന്ന് പറയാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പ്രവചനാത്മാവിൽ നിറയ്ക്കുകയാണ്. ആമേൻ പറഞ്ഞ് ദൂത് വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് അല്പസമയം ആരാധിക്കാം. ദൈവത്തിന്റെ കയ്യിലെ നക്ഷത്രങ്ങൾ ശോഭയോടെ കത്തട്ടെ, ഇരുളിൽ പ്രകാശിക്കട്ടെ, അനേകർക്ക് വഴികാട്ടിയായി തീരട്ടെ, അനേകർ വെളിച്ചത്തിലേക്ക് വരട്ടെ. നിന്നിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം നിമിത്തം ക്രിസ്തു സഭ വളരട്ടെ, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കാണട്ടെ. ഈ ദേശത്ത് സഭ മലമേലിരിക്കുന്ന ഒരു പട്ടണമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വിളക്കിനെ കരുത്തിരി കത്തിക്കാൻ ശ്രമിക്കുന്ന, ഇതിന് എണ്ണയെ വറ്റിക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ, മാനുഷിക കുതന്ത്രങ്ങളെ ഇന്ന് രാത്രി കൃപ ലാഭിച്ച എല്ലാ അഭിഷേകന്മാരും ചേർന്ന് ഒരുമിച്ച് ശ്വാസിച്ചാൽ ഈ സഭയെന്നല്ല, ഈ ദേശത്തുള്ള സർവ്വ സഭകളിലും ആത്മാക്കളിൽ കവിഞ്ഞുണ്ടാകുന്ന ഒരു ഉണർവിലേക്ക് ദൈവം കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദേശത്തോട് പ്രവചിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായ ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്നവർക്കായ ദൈവത്തിന് സ്തോത്രം. പഞ്ചായത്ത് മെമ്പറിനെ പരിഹരിക്കാത്ത ചില കുടുംബങ്ങളിലേക്ക് ദൈവം ചില ശുശ്രൂഷകന്മാരെ അയക്കാൻ പോകുകയാണ്. ഡോക്ടർമാർ ഉപേക്ഷിച്ച് കളഞ്ഞ ചില ആളുകളുടെ ഇടയിലേക്ക് ദൈവം ചില ശുശ്രൂഷകന്മാരെ അയക്കാൻ പോകുകയാണ്. ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അടുക്കിലേക്ക് ദൈവം ചില നക്ഷത്രങ്ങൾ അയക്കാൻ പോകുകയാണ്. എന്റെ പിന്നിൽ അറിഞ്ഞിരിക്കുന്ന ശുശ്രൂഷകന്മാരെ, നിങ്ങൾ സാധാരണക്കാരല്ല, ദൈവത്തിന്റെ കയ്യിലെ നക്ഷത്രങ്ങൾ. ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ഇരുട്ടിന്റെ കോട്ട തകരട്ടെ. ഇതൊരു യുദ്ധക്കളമാണ്, ഇതൊരു യുദ്ധക്കളമാണ്. ആത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഇരുട്ടിന്റെ കോട്ടകളുടെ വിള്ളലുകൾ വീണു തുടങ്ങി. ശത്രു പാളയത്തിൽ പടക്കം പാചകങ്ങൾ ആരംഭിച്ചു. ഇന്ന് രാത്രിയിൽ വലിയ ഒരു വിജയത്തിന്റെ വെള്ളിക്കൊടി ഇവിടെ ഉയർന്നു പൊങ്ങുകയാണ്. കഥാപ്രസംഗം പറയാൻ എനിക്ക് നേരമില്ല, ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ജനമുണരണം, കൃപ പ്രാപിക്കണം. കരിന്തിരി കത്തുന്ന വിളക്കുകൾ കൂടുതൽ ശോഭയോടെ കത്തേണ്ട നാളായി. സോജം ബ്രദർ പാടിയത എന്റെ സന്ദേശം. മണവാളൻ വരാൻ സമയമായി, സഭ എടുക്കപ്പെടാൻ സമയമായി. ഇവിടെ കയറി വരുവനെന്ന ശബ്ദം കേൾക്കാൻ ഇനി അധികം നിമിഷങ്ങളില്ല, അധികം സമയങ്ങളില്ല. കർത്താവിന്റെ കാഹളം കേൾക്കാൻ സമയമായി. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവം ചിലരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആനയിക്കുകയാണ്. ഇവിടെ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിച്ചിരിക്കാനും സമയമില്ല.
വീടും വയലും തോട്ടമൊന്നും നേടാനുള്ള സമയമല്ല. നമ്മുടെ കർത്താവ് വരാൻ സമയമായി. ഈ കരിന്തിരി കത്തുന്ന വിളക്കുകൾ ഇന്ന് രാത്രി എണ്ണ കൂടുതൽ പകർന്നുകൊണ്ട് ആത്മശോഭയോടെ കത്തട്ടെ. സഭ ഉണരണം, നിലവിളക്കുകൾ പോലെ ശോഭിക്കാൻ. നീ കണ്ടത് രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ മഹത്വത്തിനെയാണ് ഇപ്പോഴുള്ളത് എന്ന് പറയുന്ന സഭയുടെ അവസ്ഥകളാണ്. എഫെസോസ് സഭയുടെ ചരിത്രം മാത്രം എടുത്ത് പഠിച്ചാൽ എഫെസോസ് സഭയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കള്ളന്മാരെ കണ്ടാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു. കാരണം വചനം പറയുന്ന ആത്മീയൻ സകലത്തെ വിവേചിക്കുമെന്നാണ്. ഇന്ന് കള്ളന്മാർ സഭയ്ക്കുള്ളിൽ ഉന്മാദ നൃത്തം ചെയ്തിട്ട് അരങ്ങു വാണട്ടും അറിയാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം സഭയുടെ കണ്ണടഞ്ഞു പോയതുകൊണ്ടാണ്. കള്ള അപ്പോസ്തലന്മാർ സഭയെ വ്യാപാര കേന്ദ്രമാക്കുന്നതിന്റെ കാരണം സഭയുടെ കണ്ണടഞ്ഞു പോയതാണ്. ഇന്ന് രാത്രി കണ്ണടഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സഭയുടെ അധികാരി, സഭയുടെ മാതൻ ചില തിമായിമാരുടെ കണ്ണുകളെ തൊടുന്ന രാത്രിയാണ്. അടഞ്ഞു കിടക്കുന്ന കണ്ണുകൾ തുറക്കട്ടെ. ഇന്ന് ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടത്. എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവ മഹത്വത്തിന്റെ പൂർണ്ണത തിരിച്ചറിയാൻ, വചന ഉപദേശത്തിന്റെ വെളിപ്പാട് പ്രാപിക്കാൻ ചിലരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭയെ ദുരുപദേശം കൊണ്ടും കള്ള പ്രവചനങ്ങളിലും മലിനമാക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുകയാണ്. സഭയെ മുച്ചോടെ മുറിക്കാൻ ശ്രമിക്കുന്ന ചില വ്യാപാരികളുടെ കാലുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. ഇത് ഉപവാസമല്ല, കൺവെൻഷനാണെന്ന് ഉത്തമ ബോധമുണ്ട്. പക്ഷെ ഇങ്ങനെ ശുശ്രൂഷിക്കാതെ ദൈവം എന്നെ രാത്രി ഇവിടെ അയച്ചത്. ഇന്ന് രാത്രി കൊണ്ട് ദൈവം ഒരു വലിയ കാര്യം ഈ ദേശത്ത് ചെയ്തെടുക്കും, സഭയ്ക്കുള്ളിൽ ചെയ്തെടുക്കും. അവൻ അരുളി ചെയ്തെങ്കിൽ, അവൻ കൽപ്പിച്ചെങ്കിൽ അതങ്ങനെ സംഭവിക്കും. അവന്റെ വാഴ്ന്ന് പുറപ്പെടുന്ന വചനങ്ങൾ അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വന്നിട്ടില്ലെങ്കിൽ അവന്റെ പ്രായം ശൂന്യമായിരിക്കുന്ന ഉലകത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവിന് വ്യാപാരം അയച്ചുവെങ്കിൽ, ഈ ഭൂമി പ്രപഞ്ച പരിവർത്തനത്തിലേക്ക് വന്നെങ്കിൽ ഇന്ന് രാത്രി വ്യാപരിച്ചിറങ്ങുന്ന പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റാൽ സഭ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില വചന വെളിപ്പാടിലേക്ക് ജനം വരികയാണ്. കള്ളന്മാരെ കണ്ടാൽ അവർക്കറിയാമായിരുന്നു, ഇപ്പോഴറിയില്ല. സുവിശേഷത്തിനും കർത്താവിന് വേണ്ടി അവർ ഒരുപാട് വില കൊടുത്തു. ആ വില കൊടുത്ത സമയത്ത് പ്രകോപനങ്ങളും പ്രതികൂലങ്ങളും ഒത്തിരി പ്രതിസന്ധികളും അവർക്ക് നേരിടേണ്ടി വന്നു. പക്ഷെ അവിടെയെല്ലാം അവർ സഹിഷ്ണുതയോടെ അതിനെ നേരിട്ടു. ആ സ്പിരിച്വൽ മെച്ചൂരിറ്റി അവർക്കുണ്ടായിരുന്നു, ആത്മനിയന്ത്രണം അവർക്കുണ്ടായിരുന്നു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ആ പ്രതിസന്ധികളെ സഹിഷ്ണുതയോടെ നേരിടാൻ പറ്റി. പക്ഷെ ഇപ്പോൾ സഭയുടെ സഹിഷ്ണുത നഷ്ടപ്പെട്ടു. വെട്ടൊന്നും ഉരുരണ്ട്, ഉരുളയ്ക്ക് ഉപ്പേരി, ഉടനടി മറുപടി, തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും. സഭ രാഷ്ട്രീയ ചന്തയായി, നിയമസഭയും പാർലമെന്റും പോലെയായി. അതേ സഭ കേവലം ഒരു വല്ലാത്ത കൂത്തരങ്ങായി. അങ്ങനെ കൂത്തരങ്ങൊക്കെ തീർക്കുന്ന ചേട്ടനോടും ചേച്ചിയോടും ഇന്ന് രാത്രി കുടുംബം നോക്കാതെ, നിറം നോക്കാതെ, പണവും വിദ്യാഭ്യാസവും നോക്കാതെ സഭയുടെ നാഥന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ചുവടെ വെട്ടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ആരാധന പറയുന്നു. ഭൂമണ്ഡിന് മാത്രമാണ് പറഞ്ഞത്. പേരില്ലാത്ത ശുശ്രൂഷന്മാരെ കർത്താവിന് ആവശ്യം. കൃപയുള്ള മാറുള്ള ആളുകളെയാണ് ദൈവത്തിന് ആവശ്യം. യെശയ്യാവിനെ പോലെ കടൽ കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട മാവിന്റെ ഉടമസ്ഥരായി എഴുന്നേൽക്കുന്നവരാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. അനീതിക്ക് കുറുപ്പിലിരിക്കുന്നവരെ വെട്ടും ദൈവം. വ്യഭിചാരിയെ കണ്ട് കുറുപ്പിൽ നിന്നാൽ അവനെ വെട്ടും ദൈവം. ഈ കള്ളൻ അനുഭവപ്പെട്ട ദൈവം വെട്ടുന്നില്ലേ? നീ ഇതൊക്കെ ചെയ്തപ്പോൾ വിചാരിച്ചു ഞാൻ നിന്നെ പോലുള്ളവനാണെന്ന്. എന്നാൽ നിന്റെ കണ്ണിൽ മുമ്പിൽ നിരത്തി വെക്കുന്നത് അതിനീതിയുള്ളവല്ല എന്ന് പറയാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്. ക്ഷമിക്കണം, ഒന്നാടെ പറയാം, സഭ നിന്റെ തറവാട്ടു സ്വത്തല്ല, തല നിന്റെ തലവേനല്ല, സഭ നിന്റെ തലവേനല്ല എന്ന് വെച്ചിട്ടുള്ള
ഇറങ്ങാനും നമുക്കത് വ്യാഖ്യാനിക്കാം. ഇപ്പോഴുള്ളതങ്ങ് തുറന്നു പറയണം, മുഖത്ത് നോക്കി പറയണം, കണ്ണിൽ നോക്കി പറയണം, ചങ്കൂറ്റത്തോടെ പറയണം, ആണത്തത്തോടെ പറയണം. പട്ടിണി കിടക്കേണ്ടി വന്നാലും, പെരുമഴയത്ത് നിൽക്കേണ്ടി വന്നാലും, വിശ്വാസം നേടിപ്പെടേണ്ടി വന്നാലും ദൈവത്തിന്റെ മുതൽ ഓട്ടി നിറച്ചു നിൽക്കാതെ പറയണം. അതാണ് ദൈവത്തിന്റെ ശുശ്രൂഷന്മാരുടെ നക്ഷത്രങ്ങളുടെ പ്രത്യേകത. ഏത് കാർമേഘ പടലങ്ങളിലും പ്രകാശിച്ചു നിൽക്കണം, ഏത് പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റിലും പ്രകാശിച്ചു നിൽക്കണം. നിന്റെ പ്രകാശത്തെ കെടുത്താൻ അനുവദിക്കുന്നവനല്ല കർത്താവ്. കാരണം ആ പ്രകാശം നിനക്ക് തന്നിട്ടുള്ളത് കാലത്തിന്റെ കതിരുമങ്കിൽ നിന്നാണ്, ലോകത്തിന്റെ വെളിച്ചമാരിൽ നിന്നാണ് പ്രകാശം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് യെശയ്യാവ് പറഞ്ഞതുപോലെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നത്. നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പസമയം സ്തോത്രം ചെയ്യാം. ചില സെക്കൻഡുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കണ്ണുകൾ നടച്ചു പിടിച്ച് ദൈവത്തെ അല്പസമയം ആരാധിക്കുക. സഭയുടെ നാഥനെല്ലാം മഹത്വം നമുക്ക് കൊടുക്കുക. സഭയുടെ മലിനതകൾ മാറട്ടെ, മാലിന്യങ്ങൾ മാറട്ടെ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ രക്തം സകലത പാപമൊക്കെ ശുദ്ധീകരിക്കുന്നതാണെങ്കിൽ അതാദ്യം ദൈവ സഭയ്ക്കുള്ളിൽ തന്നെ നടക്കട്ടെ, ഒരു ശുദ്ധീകരണം നടക്കട്ടെ. നാളെ കർത്തൃമേശയുള്ള സഭയുണ്ടായിരിക്കാം, അവരിന്ന് രാത്രി തന്നെ ശുദ്ധീകരണം പ്രാപിക്കട്ടെ. ഈ വർഷം തീരാൻ ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി പ്രവേശിക്കാം, പുതിയ തീരുമാനത്തോടെ, പുതിയ അഭിഷേകത്തോടെ. ആ കരമ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്യുക. ഇപ്പോഴുള്ളത് സഭയുടെ അവസ്ഥകൾ, എല്ലാ സഭയുടെയും കാര്യം പറയുന്നില്ല. എല്ലാ സഭകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഫെസോസ് സഭയുടെ കാര്യം മാത്രം പറയുന്നു. 3 കാര്യം. കള്ളന്മാരെ കള്ളനായിട്ട് തന്നെ കണ്ടേക്കണം. വക്രനോട് ഞാൻ വക്രനും, ദയാലുവോട് ഞാൻ ദയാലുവാക്കണം. അതാ ദൈവത്തിന്റെ പോളിസി. വിട്ടുവീഴ്ചയില്ല, സഹതാപമില്ല. അത് വീട്ടിലെ ആളാണെങ്കിൽ പോലും ദൈവപ്രമാണത്തിന് എതിരായിട്ട് നിൽക്കുന്നവനാണെങ്കിൽ വർഷങ്ങളെ എതിരായി തന്നെ കാണും. അത് മകനാണെങ്കിൽ പോലും. അജ്ഞാനമ്മയൊക്കെ കൊള്ള നാട്ടുകാരുടെ വിഷയം വരുമ്പോൾ ചുരുട്ടുന്ന നാക്കുണ്ടല്ലോ, സ്വന്തം വീട്ടിലുണ്ടാകുമ്പോൾ പറയാനുള്ള ആർജവം കാണിക്കും. ഇല്ലെങ്കിൽ നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. കള്ളനെ കണ്ടാൽ അനുകൂലപ്പെടരുത്. സഹിഷ്ണുതയിൽ നിൽക്കണം. പ്രകോപിക്കപ്പെടുമ്പോൾ പ്രകോപിതരായി മാറരുത്. യേശുവിന്റെ നാമം പറഞ്ഞവർ എഴുന്നേൽക്കുക. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഈ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നു. ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഒരു സ്വർഗത്തിലുള്ള ദൈവങ്ങളുടെ നീതി കാണുന്ന ദൈവം. ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു, അവരുടെ സങ്കടം അറിഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിലേക്ക് ഇറങ്ങിവന്ന് ഉഴുതു മറിക്കപ്പെട്ടൊരു സമൂഹത്തെ രക്ഷിച്ച് അവൻ ലോകത്തിന് നെറുകയിൽ കൊണ്ടു നിർത്താൻ കരുത്ത് കാണിച്ച കർത്താവ് ഇന്ന് രാത്രി കർത്താവിന്റെ നാമം നിമിത്തം അവമാനിക്കപ്പെടുന്നവര് പറയുന്നു, നീ സഹിഷ്ണുതയോടെ നിൽക്കുന്നു. അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു. നീതി നിമിത്തം അവൻ ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവർക്കാണ് ദൈവം സ്വർഗ്ഗരാജ്യം നിയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് വിളിക്കപ്പെട്ടവർ കരമത് ഉയർത്തിപ്പിടിച്ചാലും എന്നിട്ട് പറയാം, അമ്മായിമ്മ പോരാണെങ്കിലും അപ്പന്റെ പോരാണെങ്കിലും ആരുടെ പോരാണെങ്കിലും ഞാൻ സഹിഷ്ണുതയോടെ അതിനെ നേരിടും. എന്നെ കുത്തി പറഞ്ഞാലും കൊള്ളിച്ചു പറഞ്ഞാലും എന്നെ ഒറ്റപ്പെടുത്തിയാലും ചവിട്ടി മതിച്ചാലും തിരിച്ച് ഞാൻ പ്രതികരിക്കില്ല. ഞാൻ കേസ് കർത്താവിന് വിട്ടു, അവൻ തീർക്കട്ടെ ന്യായമെന്ന് പറയാൻ കരുത്തുള്ളവർ മാത്രം ആ കരമം ഉയർത്തിപ്പിടിച്ച് നിന്റെ കേസ് ഇന്ന് പകൽ ഇന്ന് രാത്രി കർത്താവ് കണക്കിലെടുക്കാൻ പോകുകയാണ്. നിന്റെ കേസിന്റെ പേപ്പർ കർത്താവ് തന്നെ കോടതിയിൽ ഉൾക്കൊള്ളിക്കുകയാണ്. നിനക്ക് വേണ്ടി വക്കീലിന്റെ ദൈവം അയക്കാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി അവൻ ന്യായാധിപതിയുടെ ആ ചെയറിലേക്ക് വരാൻ പോകുകയാണ്. ദൈവം എഴുന്നേൽക്കാൻ പോകുകയാണ്. ശത്രുക്കൾ ചിതറുന്ന രാത്രിയാണ്. നീതി നിഷേധിക്കപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, നിന്റെ നീതി വെളിപ്പെടുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അതൊരു തർക്കമാണ്, കുടുംബ പ്രശ്നമാണ്, കുടുംബത്തിന്റെ അവകാശത്തിന്റെ പ്രശ്നമാണ്, വീതം വെച്ചതിന്റെ പ്രശ്നമാണ്, ബിസിനസിന്റെ പങ്കാളിത്തത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെ
കുടുംബത്തിൽ നിലവിളിക്കുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പണം മുടക്കാതെ, നിന്റെ കാലിലെ ചെരുപ്പ് തീരാൻ നീ മെനക്കെടാതെ, അന്യന്റെ മുമ്പിൽ കൈനീട്ടാതെ, ഇന്ന് രാത്രി സർവത്തിന്റെയും ന്യായം വിധിക്കുന്ന കരുത്തുള്ള യേശുവിന്റെ മുമ്പിൽ നിനക്ക് മുട്ടുമടക്കാൻ കഴിയാൻ, നീ മത്തായി ആണെങ്കിലും നമ്മനാണെങ്കിലും മാനവനാണെങ്കിലും നിനക്ക് നീതി തരാൻ കരുത്തുള്ള കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്മനസ് കാണിക്കുന്നു. പറയാ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണ്. എത്ര പേർ അത് ദേശത്തുള്ളവർ വിശ്വസിക്കുന്നു? സ്നേഹിത, ആ വീട്ടിലിരുന്ന്, വാഹനത്തിലിരുന്ന്, വഴിയോരത്തിലിരുന്ന്, മരച്ചോട്ടിലിരുന്ന് ഈ സന്ദേശം നീ കേൾക്കുകയല്ലേ? എന്നെ അറിയാൻ ആരുമില്ല, എന്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ മക്കൾ, എന്റെ കൂട്ടു ബിസിനസ്സുകാർ, കൃഷിക്കാർ, എന്റെ സഹജീവികൾ, എന്റെ സഹ ജോലിക്കാർ, എന്റെ ബോസ്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് വഴിനീടെ പോകുമ്പോ നിന്റെ കണ്ണുനീർ ആരും കാണുന്നില്ലെങ്കിലും കണ്ണുനീരിനെ കാണുന്നവൻ ഒരുവനുണ്ട്. കണ്ണുനീരിനെ മറികടക്കാത്തവൻ ഒരുവനുണ്ട്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സെയ്യുന്നവൻ ഒരുവനുണ്ട്. അവനെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്ന ഒരുവനുണ്ട്. മറിയായി എന്നെ കരയെന്ന് പറഞ്ഞ ഒരുവനുണ്ട്. നൈലിന്റെ വിധവയുടെ കണ്ണുനീരിനെ തുറച്ചവൻ ഒരുവനുണ്ട്. നാസറിന്റെ കണ്ണറയെ തുറന്നവൻ ഒരുവനുണ്ട്. ഇന്ന് രാത്രി ദേശത്തിലെ ചില കുടുംബങ്ങളുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കണ്ണുനീരിനൊപ്പാൻ ഇന്ന് രാത്രി യേശു നിനക്ക് മുമ്പിൽ വന്നു നിൽക്കുക. ഉറക്കമില്ലാതെ ചുവരിൽ ചാരിയിരുന്നുകൊണ്ട് നീ വല്ലാതെ വിങ്ങി വിങ്ങി കരയുമ്പോൾ, ശബ്ദം കേട്ടാൽ കുഞ്ഞു ഉണരുമെന്ന് കരുതി നീ ടാപ്പ് തുറന്നിട്ടിട്ട് കരയുമ്പോൾ, ആ കരച്ചിന് കേൾക്കാൻ നിന്റെ സഹജീവികൾക്ക് ആർക്കും മനസ്സും കണ്ണും കാടുമില്ലാതെ പോയപ്പോൾ അത് കണ്ടു നിന്ന ഒരു കർത്താവ് രാത്രി പറയുന്നു, ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് അറിയിച്ചവൻ. സഹിഷ്ണുതയിലേക്ക് നീ വരണം. ഇപ്പോഴുള്ളത് എഴുതുക എന്ന് പറയുമ്പോൾ സഭയുടെ അവസ്ഥയാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ വായിച്ച കുറുവാക്യം. ഇതുവരെ സംഭവിച്ചത് ആ നിന്ന നിപ്പിൽ ഒന്ന് ടേൺ ചെയ്തപ്പോൾ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ്. ആ നിന്നടുത്ത് തന്നെ നിന്നുകൊണ്ട് ഉണ്ടായ ചില അനുഭവങ്ങൾ. എന്നാൽ ഇനിയുള്ളത് നിന്നടുത്ത് നിന്നാൽ ഉണ്ടാകുന്ന കാര്യമല്ല. നിന്നടുത്ത് നിന്ന് ഒരു പടി കൂടെ മുമ്പോട്ടൊന്ന് വരണം. ഈ നിൽക്കുന്നിടത്ത് നിന്നാലേ അത് ശരിയായൊരു കാര്യമില്ല. കാര്യം ദൈവത്തെ കുറിച്ച് അറിയാം, പാരമ്പര്യമൊക്കെ ഉണ്ട്, 2000 വർഷത്തെ പാരമ്പര്യമൊക്കെ പറയാനായിട്ടുണ്ട്, പള്ളിക്ക് സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്, പറയാനേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ പറയാനേറെ കാര്യമുണ്ട്. എനിക്ക് യേശുവിനെ അറിയാം, യേശുവിന്റെ വചനങ്ങൾ അറിയാം, 119 സങ്കീർത്തനം ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എല്ലാം നല്ല കാര്യമാണ്, അതിനും ഒരു നല്ല ജീവിത അനുഭവമാണ്, ക്രിസ്ത്യാനിത്വത്തിൽ നല്ലൊരു അനുഭവമാണ് അതൊക്കെ. പക്ഷേ ദൈവത്തെ ദൈവമായിട്ട് അറിയാനും നിന്റെ നാളെ അറിയാനും നീ നിൽക്കുന്നിടത്ത് നിന്നാ പോരാ. നിൽക്കുന്നിടത്ത് ഒരു പടി കൂടെ മുമ്പോട്ട് വരണം. നാളുകൾ എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നീ നിൽക്കുന്നിടത്ത് നിന്നാൽ നിന്റെ നാളത്തെ ഗതി എന്താകുമെന്ന് നീ അറിയില്ലാത്തത് കൊണ്ട് നിന്റെ ജീവിതം അർത്ഥശൂന്യമായി പോകും. ഇന്ന് രാത്രി നിൽക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ദൈവമുഖത്തെ കണ്ടിട്ട് നാളെയുടെ ഭാവി നിർണയിച്ച ഈ സമൂഹത്തെ സാക്ഷ്യമാക്കി പറയുന്നു, നീ പുറത്തിറങ്ങി വരാൻ ധൈര്യം കാണിക്കണം. ആമേ, ഒറ്റയ്ക്ക് നീ കണ്ട വെളിപ്പാടിനനുസരിച്ച്, ദൈവമഹത്വത്തിന്റെ ആ വെളിപ്പാടിനനുസരിച്ച് അതിന്റെ പൂർണ്ണതയിലേക്ക് വരാൻ ഒരു പടി കൂടെ ചൂട് വെച്ച് മുമ്പോട്ട് വരാൻ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോടും വ്യക്തികളോടും ആലോചന പറയുന്നു. പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് കരമുയർത്തി അങ്ങനെ തന്നെ പറയാനായിട്ട് കഴിയും. അതേ പ്രിയപ്പെട്ടവരെ, കമ്മിറ്റി മെമ്പറാണ്, പള്ളിയിലെ വലിയ കാര്യമാണ്, ദൈവത്തിന്റെ അടുത്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ അവകാശവാദങ്ങൾ പറയുന്നുവെങ്കിലും നാളെ എന്നുള്ളത് നിനക്കറിയില്ല. നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും നിനക്കറിയത്തില്ല. ഇന്ന് രാത്രി മരണം നിന്നെ തേടി വന്ന നിന്റെ അവസാനം എവിടെയാകും നിനക്കറിയത്തില്ല. അതറിയണമെങ്കിൽ നിൽക്കുന്നിടത്തുനിന്ന് ഒരു പടിയും കൂടെ അവന്റെ അടുത്തേക്ക് വാ. കർത്താവ് പറഞ്ഞു, ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം അവൻ കേട്ടപ്പോൾ അവൻ അവിടേക്ക് കടന്നു എന്നെന്നാണ് വായിക്കുന്നത്. അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ ചില കാഴ്ചകൾ കാണുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗം. 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ ലോകത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചുള്ള
വിശദീകരണങ്ങൾ. സഭയുടെ ഉത്പ്രാപണം അതിനകത്തുണ്ട്. റോമൻ സാമ്രാജ്യത്തിന്റെ യഥാസ്ഥാപനം അവിടെയുണ്ട്. ന്യായവിധികൾ, പല വിധത്തിലുള്ള ന്യായവിധികളുടെ വിശദീകരണം അവിടെയുണ്ട്. സാത്താനെയും പഴയ പാപ്പിനെയും കള്ളപ്രവാചകനും ഒക്കെ പിടിച്ചു കെട്ടുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിനുശേഷം പുതുവാന ഭൂമി, പിന്നെ അനന്തത, അങ്ങനെ തുടങ്ങുന്ന നിരവധി കാര്യങ്ങളുടെ വിശദീകരണം 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഭാഗത്തെ കാഴ്ച കാണാൻ ദൂതൻ അദ്ദേഹത്തെ ആഹ്വാനം ചെയ്യുകയാണ്, ഇവിടെ കയറി വരിക. അങ്ങനെ അദ്ദേഹം അതിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ കണ്ട ഒരു മഹത്തായിരിക്കുന്ന കാഴ്ച വേദപുസ്തകത്തിലെ പലരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. യോഹന്നാൻ കാണുന്ന ആദ്യത്തെ കാഴ്ച ഒറിജിനൽ ദൈവത്തിന്റെ ആലയത്തിലാണ്. ഒറിജിനൽ ആലയം. ഭൂമിയിലുള്ളതൊക്കെ ആലയമാണോ എന്ന് ചോദിച്ചാൽ അത് ഒറിജിനൽ ആലയമല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പ് മാത്രമാണ്. ഇന്നതാണ് ആലയം എന്ന് പറയാനായിട്ട് കഴിയുന്ന വസ്തുതയൊന്നും നമുക്ക് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ദൈവത്തിന്റെ ആലയം എന്താണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതൊരു ബിൽഡിങ്ങിനെ കുറിച്ചല്ല, മറിച്ച് മനുഷ്യ ശരീരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവം ഭൂമിയിൽ വന്ന് വസിക്കുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ശരീരമാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോയ വെളിപ്പാട് പുസ്തകത്തിന് വിശദീകരണം തരാനായിട്ട് കഴിയില്ല. എന്തായാലും യോഹന്നാൻ കാണുന്ന ആ മനോഹരമായിരിക്കുന്ന കാഴ്ച സ്വർഗീയ ആലയമാണ്. ആലയത്തിൽ ഉപൂഷ്ടനായിരിക്കുന്ന, സിംഹാസനത്തിൽ ഉപൂഷ്ടനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും 24 മൂപ്പന്മാർ. കുറച്ചു കഴിഞ്ഞപ്പോൾ 24 മൂപ്പന്മാർ കിരീടങ്ങളെല്ലാം താഴെ ഇട്ടുകൊണ്ട് താഴെ വീണ് ആ മഹാരാജാവിനെ വണങ്ങി നമസ്കരിക്കുന്ന കാഴ്ച. ഈ കാഴ്ച കണ്ട പഴയ നിയമത്തിലൊരു മനുഷ്യനുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോഴാണ് ആ മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് യെശയ്യാവാണ്. യെശയ്യാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും പാപത്താൽ മലിനീകരിക്കപ്പെട്ടതായ ഒരു കാലഘട്ടമാണ്. ദൈവത്തെക്കുറിച്ച് യാതൊരു വിധമായ അവബോധം അവർക്കില്ല. ദൈവത്തിന്റെ ആരാധന നടക്കേണ്ട ആലയങ്ങളെല്ലാം മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാള തന്റെ ഉടയവനെ അറിയുന്നില്ല, കഴുത തന്റെ യജമാനനെ അറിയുന്നില്ല എന്ന് തുടങ്ങുന്ന തന്റെ വിലാപങ്ങൾ തന്റെ പ്രഥമ രചനാഭാഗങ്ങളിൽ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സമൂഹത്തെ നോക്കി അദ്ദേഹം വിലപിക്കുന്നു, രാജ്യത്തെ നോക്കി അദ്ദേഹം വിലപിക്കുന്നു, ആലയത്തെ നോക്കി അദ്ദേഹം വിലപിക്കുന്നു. ദൈവത്തിന്റെ പരിപാവനതയുടെ പിന്നാമ്പുറങ്ങളിലെ ചരിത്രങ്ങളെ ഓർത്ത് അദ്ദേഹം നെടുവീർപ്പെടുന്നു. അങ്ങനെയുള്ളതായ സാഹചര്യത്തിലാണ് രാജ്യത്തിനെ ഒരു തരത്തിൽ ഒരു നവോത്ഥാനത്തിന്റെ അവസ്ഥകളിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന ഉസിയാവ് എന്ന് പറയുന്ന രാജാവിന്റെ മരണം സംഭവിക്കുന്നത്. രാജ്യത്തിന്റെ ആത്മീയ അധപ്പതനവും ഉസിയാ രാജാവിന്റെ മരണവുമെല്ലാം ആത്മീയനായിരുന്ന സമകാലികനായ യെശയ്യാ പ്രവാചകന്റെ ഹൃദയത്തെ വല്ലാതെ വേട്ടയാടി. ഇതിന് പരിഹാരം എന്താണെന്ന് അറിയാൻ അദ്ദേഹം മറ്റു മാർഗങ്ങളൊന്നും തെരഞ്ഞെടുക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയായിരുന്നു. ആ മുട്ടുമടക്കിയതിനോടുള്ള ബന്ധത്തിൽ ദൈവം അദ്ദേഹത്തിന് മുമ്പിൽ വെളിപ്പാടിന്റെ കലവറകൾ തുറന്നിടുന്നു. വെളിപ്പാടിനായി പുതിയൊരു ജാലകം തുറന്നിടുകയാണ്. ആ പ്രാർത്ഥനയുടെ നെടുവീർപ്പിന്റെ ശബ്ദങ്ങൾക്ക് മുമ്പിൽ ഈറനണിയുന്ന കണ്ണുകളിൽ കൊണ്ട് താൻ കണ്ടതായ മനോഹരമായ കാഴ്ച, യഹോവയായ ദൈവം ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് താൻ കണ്ടു എന്നാണ് വായിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ ദൈവത്തെ കണ്ടു. യോഹന്നാനും ഇവിടെ പറയാണ്, ഞാൻ തിരിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു. ആത്മീകമെന്ന് പറയുന്നത് വ്യക്തിപരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ പറയുന്നതല്ല ആത്മീയം. പാഠക പരിശോധനയിൽ മെഡൽ വാങ്ങുന്നതല്ല ആത്മീയം. നന്നായിട്ട് ബൈബിൾ വായിക്കുന്നതും മനപ്പാഠം പഠിക്കുന്നതുമല്ല ആത്മീയം. സ്വർണം ഊരിക്കളയുന്നതും വെള്ള ധരിക്കുന്നതുമല്ല ആത്മീയം. എല്ലാ വേഷമുള്ള ബൈബിൾ മാറി മാറി എല്ലാ യോഗങ്ങൾക്കും മാറി മാറി കൊണ്ടുപോകുന്നതൊന്നുമല്ല ആത്മീയം. ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏകാന്തമായിരിക്കുന്ന അവസ്ഥകളിലും വ്യക്തിപരമായിരിക്കുന്ന സാഹചര്യങ്ങളിലും പ്രക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷത്തിലും ദൈവത്തിന്റെ തത്വത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് ആത്മീയം എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള ഉൾക്കാഴ്ച ഊർജവും കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുന്നവരായി തീരണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാ, ഒരു വലിയ കുടുംബത്തിന്റെ അംഗത്വത്തിൽ നിന്നുകൊണ്ട്, ഒരു വലിയ സഭയുടെ അംഗത്വത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്നാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും ധാരണയെങ്കിൽ
അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് രാത്രി ദൈവവുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ആ ബന്ധത്തിലേക്ക് മടങ്ങി വന്നാൽ നിന്റെ പേര് എഴുതപ്പെടുന്ന രാത്രിയാണ് ഇന്ന് രാത്രി എന്ന് പറയുന്നത്. മത്തായിയുടെയും മറിയയുടെയും ഒക്കെ ഒരു മകനായും മകളായി ജനിച്ചതുകൊണ്ടോ, പാസ്റ്ററിന്റെ മകനോ മകളായി ജനിച്ചതുകൊണ്ടോ, പള്ളിയിലെ സെക്രട്ടറിയുടെ വീട്ടുകാരനായതുകൊണ്ടോ, മറ്റ് ഏതെല്ലാം പുണ്യപ്രവർത്തികൾ സൽപ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കണമെന്നില്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ പ്രവേശനത്തിന് ഒരേ ഒരു യോഗ്യത ദൈവത്തെ അടുത്തറിയുക, ദൈവത്തെ വ്യക്തിപരമായി കാണുക, ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിന്റെ ശരിയായിരിക്കുന്ന വശങ്ങൾ വെളിപ്പെടുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രക്ഷുബ്ധമായിരിക്കുന്ന ചില സാഹചര്യങ്ങളിലാണ്. ഞാനൊരു കഥ പറയാം. റൈനാർഡ് ബോംബെ കൊച്ചിയിൽ വന്നതായിരിക്കുന്ന ആ കാലഘട്ടം, അദ്ദേഹത്തെ കേരളത്തിൽ കൊണ്ടുവന്നത് പോൾ മേഡമന എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എവർക്കും അറിയാം. ഒരു വലിയ ബിസിനസ്മാനായിരുന്നു അദ്ദേഹം. ഒരു മാർത്തോമ വിഭാഗത്തിൽപ്പെട്ട ആ മനുഷ്യൻ ബിസിനസ്സിലുണ്ടായ കനത്ത പരാജയ നിമിത്തം വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ആ കൂട്ടത്തിൽ താൻ ഒരു വലിയ രോഗത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇനി മുമ്പിൽ മരണം മാത്രമാണ് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് യേശു ക്രിസ്തുവിനെ അടുത്തറിയാനൊരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. ആ കാലഘട്ടത്തിൽ തന്നെ എറണാകുളം പട്ടണത്തിൽ ഒരു പാവപ്പെട്ട യുവാവും അദ്ദേഹത്തിന്റെ മാതാവും താമസിച്ചിരുന്നു. പാവപ്പെട്ടവനായി തീർന്നതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. പെട്ടെന്നുണ്ടായ ബിസിനസ് തകർച്ചയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയപ്പോൾ ആ മനുഷ്യൻ സൂസൈഡ് ചെയ്തു. പിന്നീട് ശേഷിക്കുന്ന ഈ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രമാണ്. ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് എറണാകുളം പട്ടണത്തിൽ ആ മനുഷ്യൻ ജീവിക്കുമ്പോൾ, ആ ചെറുപ്പക്കാരൻ അമ്മയോടൊപ്പം ജീവിക്കുമ്പോൾ ജർമ്മനിയിൽ നിന്നും ഒരു സായിപ്പ് എറണാകുളത്തെത്തുകയാണ്. ഏതോ ഒരു സാഹചര്യത്തിൽ ഈ സായിപ്പ് ജെയിൻ എന്ന് പറയുന്നതായിരിക്കുന്ന യുവാവുമായിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. ജെയിനെ സംബന്ധിച്ച് അവന്റെ ശാന്തമായ സഹിഷ്ണുതാപരമായ പക്വതയോടുകൂടെയുള്ളതായ ഇടപെടലുകൾ, അവന്റെ സ്വഭാവങ്ങൾ ഈ സായിപ്പിന് വല്ലാതെ ആകർഷിച്ചു. അയാൾ തിരിച്ച് തന്റെ നാട്ടിലേക്ക് പോകും മുമ്പ് തന്റെ എല്ലാ അഡ്രസ്സും ജെയിന് കൊടുത്തു. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് പറഞ്ഞു. സായിപ്പുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമായിരിക്കുന്ന ജെയിന് വേണമെങ്കിൽ തന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറത്തക്ക നിലവിലുള്ള ഒരു സഹായം വേണമെങ്കിൽ അഭ്യർത്ഥിക്കാമായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ തന്റെ കുലീനത്വം വിട്ടുകളയാൻ ഒട്ടും താല്പര്യപ്പെട്ടില്ല. അദ്ദേഹവും ഈ റൈനാർഡ് ബോംബെന്റെ കാലഘട്ടത്തിലാണ് വിശ്വാസധാരയിലേക്ക് വന്നത്. താൻ അനുഭവിച്ച ദൈവിക വെളിപ്പാട്, താൻ പ്രാപിച്ച ദൈവത്തിന്റെ സ്നേഹം, അത് തന്റെ കടബാധ്യതകൾക്ക് മുമ്പ് വിട്ടുകളയാൻ താൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. പ്രതിസന്ധികളുടെ മധ്യത്തിൽ അമ്മയോടൊപ്പം ഒരു ചെറിയ ജോലി ചെയ്ത് ഫ്ലാറ്റിന്റെ വാടക കൊടുത്ത് അവൻ ജീവിച്ചു വരുന്ന സമയത്താണ് ഈ സായിപ്പുമായി പരിചയപ്പെടുന്നത്. സായിപ്പ് ജർമ്മനിയിൽ പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫോണിൽ ജെയിനെ വിളിച്ചു. ജെയിൻ, നീ സുഖമായിരിക്കുന്നു? ജെയിൻ പറഞ്ഞു, സാർ, ഞാൻ വളരെ സന്തോഷവാനായിരിക്കുന്നു, നിങ്ങളുടെ യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സ്നേഹ സംഭാഷണങ്ങൾക്ക് ശേഷം സായിപ്പ് ഒരല്പസമയം നിർത്തിയിട്ട് ജെയിനോട് പറഞ്ഞു, ജെയിൻ, നീ ജർമ്മനിയിലേക്ക് പോകണം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അപ്പൊ ജെയിൻ പറഞ്ഞു, ഒരിക്കലും സാധിക്കില്ല, എന്റെ അമ്മയും എന്റെ ഒപ്പമുണ്ട്, എനിക്ക് അങ്ങനെ വരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, കേരളം വിട്ട് പുറത്തിറങ്ങി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. സായിപ്പ് പറഞ്ഞു, നീ ഒന്നുകൂടെ നിന്റെ മാതാവുമായിട്ട് ചേർന്ന് ആലോചിക്കുക. ജെയിൻ വീട്ടിൽ ചെന്ന് തന്റെ മാതാവുമായി ഈ വിഷയം പങ്കുവെച്ച് ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഒടുവിൽ മനസ്സില്ല മനസ്സോടെ മാതാവ് പറഞ്ഞു, നീ പോ, നമ്മുടെ അല്പമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം വന്നാൽ അത്രയും ആശ്വാസമായില്ലേ. അങ്ങനെ അമ്മയെ ഏറെയായി കൊച്ചി പട്ടണത്തിന്റെ ഫ്ലാറ്റിലാക്കിയിട്ട് ജെയിൻ ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തു. അവിടെ എത്തി. സായിപ്പ് ഒരു വലിയ കമ്പനിയുടെ ഉടമസ്ഥനാണ്. അദ്ദേഹം ജെയിനെ തന്റെ കമ്പനിയുടെ ഒരു ഭാഗത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ജെയിൻ അവിടെ ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം 1 മണിയാകുമ്പോൾ ജെയിനെ 1 മണിക്കൂർ സമയത്തേക്ക് കാണാനില്ല. നിരന്തരമായി കാണാമറയത്തേക്ക് പോകുന്ന ജെയിനെ കുറിച്ചുള്ള വാർത്തകൾ ഓഫീസിൽ എല്ലാവരും പറഞ്ഞു. അത് ഈ സായിപ്പിന്റെ ചെവിയിലുമെത്തി. എന്താണ് വിഷയമെന്ന് അറിയുവാൻ അവർ നടത്തിയതായിരിക്കുന്ന പരിശോധനയിൽ, ക്യാമറ നിരീക്ഷണത്തിന്റെ പരിശോധനയിൽ മനസ്സിലായത് ജെയിൻ തന്റെ ഓഫീസ് വിട്ട് പുറത്തു പോയില്ല. മറിച്ച് ജെയിൻ കൃത്യം 1 മണിയാകുമ്പോൾ തന്റെ ഓഫീസിന്റെ ചെയർ ആ ഭിത്തിയുടെ ഒരു വശത്തേക്ക് തള്ളി മാറ്റിയിട്ടിട്ട്
ആ വലിയ മേശക്കടിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ ജയിനെ, മേശക്കടിയിലിരിക്കുന്ന ജയിനെയാണ് സ്റ്റാഫ് അംഗങ്ങൾ കോറിഡോർ തുറന്നു വരുമ്പോൾ കാണാതിരിക്കുന്നത്. ജയിനെ കുറിച്ചുള്ള പരാതി സായിപ്പിന്റെ അടുക്കലെത്തിയപ്പോൾ സായിപ്പിനൊരു നിർണയമുണ്ട്, ജയിൻ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്ന ആളല്ല എന്ന്. അത് സത്യമായിരുന്നു. ജയിൻ കള്ളത്തരം കാണിക്കുകയില്ല. തന്റെ സങ്കടങ്ങളും ആവലാതികളും പ്രശ്നങ്ങളുമെല്ലാം ദൈവത്തോട് അദ്ദേഹം പറയുകയായിരുന്നു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം ജയിന്റെ അടുക്കിലേക്ക് സായിപ്പ് എത്തിയിട്ട് പറഞ്ഞു, ജയിൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജയിൻ വളരെ വിനീതനായ അദ്ദേഹത്തിന് മുമ്പിൽ നിന്നു. ജയിനോട് സായിപ്പ് പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ മകനായിട്ട് അംഗീകരിക്കാൻ താല്പര്യപ്പെടുന്നു. ജയിൻ പെട്ടെന്ന് പറഞ്ഞു, സോറി സാർ, ഞാൻ ആ കാര്യത്തിൽ കൂട്ടു നിൽക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ജയിൻ ആ മനുഷ്യന്റെ മകനായിട്ട് മാറുമ്പോൾ ജയിന്റെ അമ്മ സായിപ്പിന്റെ ഭാര്യയായിട്ട് മാറേണ്ടതായി വരും. ജയിൻ ആ രീതി ചിന്തിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. സായിപ്പിന്റെ കൾച്ചറിൽ നിന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെന്നാണ് ജയിൻ കരുതിയത്. പക്ഷേ ഇത് മനസ്സിലാക്കിയ സായിപ്പ് പറഞ്ഞു, സോറി ജയിൻ, നീ ചിന്തിക്കുന്നതല്ല ഞാൻ നിന്നോട് പ്രസ്താവിച്ചതും ആവശ്യപ്പെട്ടതും. ഞാൻ നിന്റെ അമ്മയെ വിവാഹം കഴിക്കുമെന്നോ ആ നിലയിൽ നിന്റെ മകനായി തീരുമെന്നോ എന്നൊരർത്ഥമല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ ഭാര്യയുടെ കൂടെ സന്തോഷവാനായി യേശുവിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. കോടാനുകോടി ആസ്തിയുടെ കമ്പനി എനിക്കുണ്ട്. ഇത് കൈമാറാൻ ഞങ്ങൾക്ക് ദൈവം ഒരു സന്തതിയെ തന്നിട്ടില്ല. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കാലങ്ങളേറെയായി ഒരു വ്യക്തിയെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ നൂറുകണക്കിന് സ്റ്റാഫുകൾ ഈ കമ്പനിയിലുണ്ട്. ആ കമ്പനിയിലെ ഏതെങ്കിലും സ്റ്റാഫിനെ എനിക്ക് പിടിച്ചേൽപ്പിക്കാം. എന്റെ ബന്ധുക്കളിൽ എന്റെ കസിൻസ് ആയിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ എന്റെ മനസ്സും മനസാക്ഷിയും എന്നെ അനുവദിക്കുന്നില്ല. ദൈവം എനിക്ക് അങ്ങനെ ഒരു പ്രേരണ തരുന്നില്ല. പക്ഷെ ജയിലെ ഞാൻ കേരളത്തിൽ വെച്ച് കണ്ട സമയം മുതൽ എന്റെ ഹൃദയത്തിൽ നിന്നെ കുറിച്ചൊരു പദ്ധതി ദൈവം ആവിഷ്കരിച്ചു. ജയിൽ നിനക്ക് സാധിക്കുമെന്ന് ചോദിച്ചു. കേട്ട പാതി ജയിൽ സമ്മതം മൂടുകയല്ല ചെയ്തത്. അപ്പോഴും അവൻ അതിനെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മറുപടി വരാൻ പറ്റില്ല. എനിക്ക് വീട്ടിൽ പോകണം, എന്റെ അമ്മയോട് സംസാരിക്കണം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. അതിനൊരു അവസരം കൊടുത്തു. ജയിൽ നാട്ടിൽ വന്നു. അമ്മയുമായിട്ട് ആ കാര്യം സംസാരിച്ചു. ആ കാര്യം ചർച്ച ചെയ്തു. പഴയതുപോലെ അമ്മ പറഞ്ഞു, ഇത് ദൈവിക പദ്ധതിയാണെങ്കിൽ മോനെ നീ അതിന് സമ്മതിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ധാർമ്മികമായിരിക്കുന്ന പ്രശ്നങ്ങളോ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിപ്പിഴവുകളോ ഉപദേശ സംബന്ധമായിരിക്കുന്ന വെട്ടിവീഴ്ചകളോ ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ കാര്യത്തിൽ സമ്മതിക്കാം. അതൊരു ദൈവ പദ്ധതിയാണ്. കൃത്യമായിരിക്കുന്ന പ്ലാൻ തയ്യാറാക്കി പ്രാർത്ഥിച്ച് തയ്യാറായി. ജയിൽ ചെന്ന് ആ കാര്യം സായിപ്പിനോട് പറഞ്ഞു. അങ്ങനെ ജയിൽ ആ വലിയ കമ്പനിയുടെ ഉടമസ്ഥനായി. കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയിൽ പിതാവ് മരണപ്പെട്ട് ആ ബാധ്യത തലയിലേറ്റതായിരിക്കുന്ന ജയിൽ അതോടുകൂടി സ്വതന്ത്രനായി. ആത്മീയത വെളിപ്പെടുന്നത് ജീവിതത്തിന്റെ പ്രക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷങ്ങളല്ല, കൂട്ടത്തിൽ നിൽക്കുമ്പോഴല്ല, വേഷം കെട്ടലുകളല്ല, പ്രകടനങ്ങളല്ല, പ്രഹസനങ്ങളല്ല. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കും, ദൈവത്തെ അറിയും. യോഹന്നാൻ നീതിയൻ രീതിയിൽ ദൈവത്തെ കണ്ടുവെങ്കിൽ പ്രതിസന്ധികൾക്ക് മുമ്പിലാണ് അവൻ ദൈവത്തെ കണ്ടത്. യെശയ്യാവ് ദൈവത്തെ കണ്ടെങ്കിൽ രാജ്യത്തിന്റെ ആലയത്തിന്റെ സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ അവസ്ഥകളിലാണ് അദ്ദേഹം ദൈവത്തെ കണ്ടത്. ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഇന്ന് രാത്രി നീ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാത്തവനും ഉത്തരം കിട്ടാത്തവനുമായിട്ട് ഉപരംഗിച്ചു നിൽക്കുകയാണെങ്കിൽ നിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ നിനക്ക് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നവരാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്. നാളുകളിൽ നീ പറയണം, അവര് പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നെന്നല്ല, അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടെന്നല്ല, അവര് കാരണമാണ് ഇതെന്നത് പറയാനല്ല, മറിച്ച് ഞാൻ എന്റെ ദൈവത്തെ കണ്ടുവെന്ന് ലോകത്തിന് മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രതികൂലങ്ങളുടെ തിരമാലകളെ വളഞ്ഞു മാറ്റിക്കൊണ്ട് നിന്റെ ചുവടുകൾ നിനക്ക് മുൻപോട്ട് വെക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് മുമ്പിൽ ഉദിച്ചു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഈ ചെങ്കടൽ വിഭാഗിക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ മുമ്പിലുള്ള മരണത്തിന് യോദ്ധാനായി പിളരുമാറാക്കാൻ ദൈവത്തിന് കഴിയും. നിനക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതത്തെ നിലംപരിശാക്കാൻ ദൈവത്തിന് കഴിയും. മാനവൻ നീ ലോകത്തോട് പറയും, ഞാൻ എന്റെ ദൈവത്തെ കണ്ടു, ഞാൻ എന്റെ ദൈവത്തെ കണ്ടു, എന്റെ പ്രശ്നങ്ങളിൽ എന്റെ ദൈവം ഇറങ്ങി വന്നു, ഞാൻ എന്റെ ദൈവത്തെ കണ്ടു. അങ്ങനെ കണ്ടവനാണ് ഞാൻ. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാതെ സംസാരിക്കുന്നത്. രോഗസൗഖ്യം കിട്ടി വന്നവനല്ല, വിസ കിട്ടിയത് വന്നവനല്ല, കല്യാണം കഴിക്കാൻ വന്നതല്ല, ഇതൊന്നുമല്ല. മരണത്തിന്റെ കരാളകസ്ഥലത്തിലേക്ക് അടുത്ത നിമിഷം വഴുതി വീഴുമെന്നും രണവിങ്കരൻ അടുത്ത നിമിഷമോടെ വാളന്റെ കഴുത്തിന് നേരെ ആഞ്ഞു വീശുമെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് മരണത്തിന് രക്ഷ
കരുത്തുള്ളവൻ യേശു മാത്രമാണെന്നുള്ളതായ പ്രതിസന്ധികൾക്ക് മുമ്പിൽ യേശുവിനെ കണ്ടതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ശക്തിയോടെ വിളിച്ചു പറയുന്നത്, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് പറയുന്നത്. അതെന്റെ അറിവല്ല, അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. എന്റെ മാത്രമല്ല, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എനിക്ക് മുമ്പ് നിൽക്കുന്നു. ഞങ്ങളെല്ലാം ഒരുപോലെ പറയും, ഞങ്ങൾ ദൈവത്തെ കണ്ടവരാണ്, ഞങ്ങളെ ദൈവത്തെ കണ്ടവരാണ്, വിശേഷ ദൈവം ഞങ്ങളെ കണ്ടതാണ്. ഉയർത്തിപ്പിടിച്ചാൽ സമയം ദൈവത്തിന്റെ സ്തോത്രം പറയാം. എന്റെ പ്രഭാഷണം നിർത്തുവാൻ ഞാൻ ബന്ധൽ കൊള്ളുന്നു. പ്രസംഗം തീർന്നത് കൊണ്ടല്ല, സമയത്തിന് പരിധിയെ മനസ്സിലാക്കുന്നു. 5.5 മണിക്കൂർ യാത്ര ചെയ്തെങ്കിലേ എനിക്ക് എന്റെ വീട്ടിലെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കഴിഞ്ഞ ധൃതി എനിക്കുള്ളത് കൊണ്ട് പ്രസംഗം മുഴുവൻ പൂർത്തീകരിക്കണമെന്നില്ല. ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യോഹന്നാൻ തിരിഞ്ഞപ്പോൾ ഒരു പടിയും കൂടെ ചുവട് മുമ്പോട്ട് വെച്ചപ്പോൾ ദൈവത്തെ അവൻ കാണുകയാണ്. അഭിമുഖമായി കാണുന്നു. സ്വർഗ സിംഹാസനത്തെ അവൻ കാണുന്നു. അവൻ നിത്യതയുടെ ശരിയായ ദർശനം അവന് ലഭിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് മകന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തോട് അടുത്തു വാ. അവൻ നിന്നോട് അടുത്തു വരുന്ന ദൈവമാണ്. നീ ഒരു പടി അടുത്ത് ചെന്നാൽ 2 പടി അവൻ അടുത്ത് വരുന്നവനായ ദൈവമാണ്. മകനെ എന്ന് വിളിച്ചു, മകളെ എന്ന് വിളിച്ചുകൊണ്ട് നിന്നോട് മാറിൽ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു കർത്താവ് സ്നേഹത്തോടെ തന്നെ വിളിക്കുന്നു. മാറിപ്പോകല്ലേ, പിന്മാറി നിൽക്കല്ലേ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നീ അകത്തു വാ, നീ പുറത്ത് നിൽക്കരുത്. സഭയിലുണ്ടായ പ്രശ്നമാകട്ടെ, വീട്ടിലുണ്ടായ പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നമാണെങ്കിലും നിന്റെ പിന്മാറ്റത്തിന് നീ ചൂണ്ടിക്കാണിക്കുന്ന കാരണം ഏതാണെങ്കിലും ഇന്ന് രാത്രി കർത്താവ് വിഷയത്തെ പരിഗണിക്കാതെ നിന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ്. ഇന്നലെ നിന്നെ അനുഗ്രഹിച്ച കർത്താവ് പറയുന്നു, പിന്മാറ്റത്തിന്റെ ഇരുട്ടിൽ നിന്നും ഇന്ന് രാത്രി നീ ദൈവസഭയുടെ വെളിച്ചത്തിലേക്ക് മടങ്ങി വാ. ദൈവത്തെ കാണാൻ ഇറങ്ങി വാ. പിന്മാറ്റത്തിന്റെ ചുടനെ കാണുന്നു, പുറത്തു വാ. യേശു നിന്നെ ഇന്ന് രാത്രി വിളിക്കുകയാണ്. മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവന്റെ കാലിന് ചെരിപ്പിട്ട് കൊടുത്ത പിതാവിനെ പോലെ, കയ്യിൽ മോതിരം ഇട്ടുകൊടുത്ത പിതാവിനെ പോലെ, ഒരു വലിയ ഫീസ്റ്റ് നടത്താൻ ഒരു വലിയ കാളക്കിടാവിനെ അടുത്ത പിതാവിനെ പോലെ നീ മടങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പിതാവ് ഇന്ന് രാത്രി തന്റെ സ്നേഹത്തിലേക്ക് നിന്നെ മാടി വിളിക്കുകയാണ്. പിന്മാറ്റക്കാർ മടങ്ങി വാ, പാപികൾ യേശുവിലേക്ക് വാ. ദൈവഗുരുവിൽ അന്യപ്പെട്ടവർ മടങ്ങി വരാൻ ദൈവത്തെ കാണാൻ. യോഹന്നാൻ ദൈവത്തെ കണ്ടു. ഞാൻ വാക്ക് ഇവിടെ നിർത്തട്ടെ. ഈ സന്ദേശം അവസാനിക്കുന്നത് 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ യോഹന്നാനെ വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ അടുക്ക വിളിച്ച് വെളിപ്പാടിന്റെ ജാലകം തുറന്നിട്ട് ദൈവം ചില വെളിപ്പാടുകൾ കൊടുക്കുന്നു. ഇതെല്ലാം കണ്ടതിന് ശേഷം അവസാനം താൻ സമാനമായ അതേ വാക്യം കേൾക്കുന്നത് 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. ഇവിടെ കയറി വരിക. അത് പറയുന്നത് ദൈവസഭയോടാണ്. ഒരു പടിയും കൂടെ ദൈവത്തോട് അടുത്ത് വന്നവർക്ക് മാത്രമേ ഈ ശബ്ദം കേൾക്കാനായി കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഇടത്ത് നിന്ന് വേർപെട്ട് ദൈവത്തോട് ചേർന്നവർക്ക്, വേർപെട്ടവർക്ക്, വേർത്ത് നിൽക്കുന്നവർക്ക്, വീണ്ടും ജന്മം പ്രാപിച്ചവർക്ക്, മാനസാന്തരപ്പെട്ടവർക്ക്, സ്നാനപ്പെട്ടവർക്ക്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക്, ദൈവിക ഉപദേശത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന മറ്റൊരു ശബ്ദമാണ് ഇവിടെ കയറി വരുമെന്നൊരു ശബ്ദം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ ആ ശബ്ദത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. തന്റെ സ്നേഹത്തിന്റെ ആ ആവിഷ്കാരത്തിലേക്ക് രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തട്ടെ. ഇന്നലകളിൽ ഉണ്ടായ ആത്മീയ അനുഭവമല്ല നമുക്ക് വേണ്ടത്. നാളുകളെ അറിയാൻ ഒരു പടിയും കൂടെ നമുക്ക് ദിവസത്തിലേക്ക് കടന്നു ചെല്ലണം. ഇല്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ ചാണകം മെഴുകിയ പറയിൽ പുൽപ്പായിൽ ഇരുന്നു കൊണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ കപ്പയും മീനും കാന്താരിയും ഒക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ ആത്മാവിൽ പാടി ആരാധിച്ച് സുഖനിദ്രയിലേക്ക് പ്രവേശിച്ച നാളുകളിൽ ദൈവം സ്വർഗം വിട്ടിറങ്ങി വന്ന് അരികിലിരുന്ന് സംസാരിച്ചതായ വ്യക്തികൾ അനുഭവമുള്ളവർ ഇതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അവരുടെ കഷ്ടതയുടെ കഠിന ശോധനയെങ്കിലും ദൈവത്തിന്റെ ഉപദേശത്തിനും പരിശുദ്ധാത്മാവിന്റെ സഭയ്ക്കും വിധേയപ്പെട്ട് പരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിച്ചതിന്റെ പരിമിതഫലമായി മക്കളുടെയും കൊച്ചുമക്കളുടെയും മരുമക്കളുടെയും കാലഘട്ടം എത്തിയപ്പോൾ അവസ്ഥയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു. ദേശത്തിലെ പ്രമുഖന്മാരുടെ തത്തുല്യമായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു. ദൈവം അങ്ങനെ അവർ കൊടുത്ത വിലക്കനുസരിച്ച് മാന്യതകൾ കൽപ്പിച്ചപ്പോൾ
അവരിൽ നിന്നും പഴയ കാലത്തിന്റെ ആത്മീയതയുടെ പ്രതാപങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രി പറയുന്നു, നീ ഒരു പടി കൂടി അടുത്തു വരാൻ കഴിഞ്ഞാൽ ഇന്നലകളിൽ നിന്റെ തലമുറകൾ ആരായി തീരുമെന്ന് വേറൊരു പ്രവാചകനല്ല ദൈവം വെളിപ്പെടുത്തിയത്. നിനക്ക് വെളിപ്പെടുത്തിയതുപോലെ ഇനിയും നിന്റെ കിടക്കിൽ ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ ചില വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾക്ക് വ്യതിയാനം വരുത്തത്തക്ക നിലകളിൽ വഴിതെറ്റി നടക്കുന്നതിന്റെ തലമുറയുടെ യഥാസ്ഥാപനത്തിനും നീ പ്രാർത്ഥിക്കുന്നതിന്റെ തലമുറയുടെ ഭാവി എന്താകുമെന്ന് വെളിപ്പെടുത്താൻ ഇന്ന് രാത്രി ദൈവം നിനക്ക് മുമ്പിൽ വെളിപ്പാടിന്റെ കലവറ തുറന്നിടാൻ വീണ്ടും സംഘത്തിനായി നിനക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു പ്രവാചകനെയും പണം മുടക്കി വിളിച്ചു വരുത്തേണ്ടതില്ല. നിന്റെ വീടിനുള്ളിൽ ഇറങ്ങി വന്നിട്ട് നിന്നോട് ഇടിമുഴക്കം പോലെ സംസാരിക്കാൻ, ഇന്നലെ നിന്നോട് ദർശനത്തിൽ കൂടെ ഇടപെട്ടവൻ, സ്വപ്നം തന്നവൻ, തട്ടി ഉണർത്തിയവൻ ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കാൻ ഈ പന്തലിനുള്ളിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ എത്ര പേരുണ്ട്? ഇന്നലെയുടെ ദർശനങ്ങളിലേക്ക് നീ മടങ്ങി വാ, ഇന്നലെയുടെ വെളിപ്പാടിലേക്ക് നീ മടങ്ങി വാ, ഇന്നലെയുടെ പ്രാർത്ഥനയിലേക്ക് നീ മടങ്ങി വാ, ഇന്നലെയുടെ വിശുദ്ധിയിലേക്ക് നീ മടങ്ങി വാ, ഇന്നലെയുടെ വിശ്വാസത്തിലേക്ക് നീ മടങ്ങി വാ. എങ്കിൽ മാത്രമേ ഇവിടെ കയറി വരുമെന്നുള്ള ശബ്ദം നീ കേൾക്കുകയുള്ളൂ. അന്തരാത്മാവിൽ മുഴങ്ങുന്ന ആ ശബ്ദം ഇനി അതിവിദൂരമല്ല, ഉടനടി മുഴങ്ങാൻ പോകുകയാണ്. തന്റെ സഭയെ കർത്താവ് ചേർക്കാൻ സമയമായി. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയവർ മാത്രം, ഞാൻ അതിന് തയ്യാറാണെന്ന് മാത്രം പറയുന്നവർ, ഒരു പടിയും കൂടെ ഞാൻ അതിനു വേണ്ടി അടുത്തു വരുവാൻ താല്പര്യപ്പെടുന്ന തീരുമാനമെടുത്തവർ മാത്രം ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇവിടെ കയറി വരുമെന്ന ഇമ്പമേറെ ശബ്ദം കേൾക്കുമ്പോൾ ഈ പാരി വിട്ട് പരത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ആ മഹനീയമായ മുഹൂർത്തത്തിലേക്ക്, അതിന്റെ അനുഭവങ്ങളിലേക്ക് വരാൻ കഴിയാത്തവരെ ഈ സഭയെ സാക്ഷ്യമാക്കി സുവിശേഷ യോഗത്തിൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിന്നടുത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞാൽ നീ ദൈവമഹത്വത്തെ അല്പമായി നിനക്ക് കാണാൻ കഴിയും. ഒരു പടിയും കൂടെ നീ അടുത്തു വന്നാൽ ദൈവമഹത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് നിനക്ക് വരാൻ കഴിയും. ഒന്നുകൂടെ നീ ശ്രദ്ധാലുവായിരുന്നാൽ കർത്താവ് വിളിക്കുമ്പോൾ അവരോട് കൂടെ എടുക്കപ്പെടാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. സ്നേഹിത, ഇന്ന് രാത്രി രണ്ട് കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ നിന്റെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇതിലേത് സംഭവിച്ചാലും നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇന്ന് രാത്രി നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ നിന്റെ ജീവിതം സമർപ്പിക്കുന്നുണ്ടോ? സഭയോട് ചോദിക്കുന്ന ചോദ്യം, ഇന്നലകളിൽ ആത്മീയ അനുഭവത്തിലേക്ക് നിനക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടോ? ഒരു ആത്മീയ ജീവിതത്തിന്റെ പുതുക്കത്തിന് നിനക്ക് താല്പര്യമുണ്ടോ? കണ്ണുകളടക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സമാപന രാത്രിയാണ്. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഉരുത്തിരിയട്ടെ. നമ്മുടെ വിളക്കുകൾ എന്നോട് കത്തട്ടെ. വിളക്കിൽ നമുക്ക് എണ്ണ പകരുന്ന നിമിഷങ്ങളായി തീരട്ടെ. നമ്മുടെ വാളുകളുടെ മൂർച്ച നമുക്ക് കൂട്ടാം. നമ്മുടെ വിശ്വാസത്തിന്റെ വർധനം ഉണ്ടാകട്ടെ. നമ്മുടെ പിണക്കങ്ങളെല്ലാം നമുക്ക് മറക്കാം. പുറകോട്ട് നമുക്ക് നോക്കണ്ട. മുൻപോട്ട് 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 തന്നെ പടകമായി ഉണർന്നു പാടി യേശുവിന്റെ ക്രൂശിന്റെ തീരെ പോരാളികളായി ഉയർത്തിപ്പിടിച്ചതായിരിക്കുന്ന കരുവുമായി യേശുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന വിപ്ലവകരമായി ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ എത്ര പേര് ഇന്ന് രാത്രി സമർപ്പിക്കുന്നു? എന്റെ ജീവിതം ഞാൻ യേശുവിന് സമർപ്പിക്കുന്നു. എന്റെ ജീവിതം ഞാൻ സ്നാനപ്പെടാൻ സമർപ്പിക്കുന്നു. എന്റെ ജീവിതം ഞാൻ യേശുവിന്റെ വേല ചെയ്യാൻ സമർപ്പിക്കുന്നു. ഞാൻ എന്റെ ശുശ്രൂഷയ്ക്ക് മടങ്ങി വരാനായിട്ട് സമർപ്പിക്കുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരാൻ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഞാൻ സമർപ്പിക്കുന്നു പറയുന്ന എത്ര പേരുണ്ട്? ശുശ്രൂഷകന്മാരായ പാട്ടുകാരനോടുകൂടെ സഹകരിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ കാഹളം മുഴങ്ങാൻ സമയമായി. കൈവിടപ്പെട്ടു പോകരുത്. ഞാൻ തൊണ്ടകേറി ഇവിടെ പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ അത് കേവലം ഒരു തിരക്കഥയുടെ അവതരണമല്ല, വിശുദ്ധ ബൈബിളിന്റെ ശരിയായിരിക്കുന്ന പ്രവചനത്തിന്റെ വിശദീകരണമാണ്. യേശു ഇതുവരെയും വന്നിട്ടില്ല. 2000-ലധികം വർഷമായി ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുകയാണ് യേശു വരും, യേശു വരുമെന്ന്. ലോകം ചോദിക്കുന്നു, എന്തേ നിങ്ങളുടെ നസ്രായനായ യേശു ഇതുവരെ വരാത്തത്? യേശു വരാത്തത് നിന്നെ ഓർത്ത് മാത്രമാണ്. നീ മാനസാന്തരപ്പെട്ടാൽ ആ രാത്രിയിൽ അന്ന് തന്നെ കർത്താവ് വരും. ഇനി കർത്താവ് ഇതുവരെ വന്നില്ലെന്ന് കരുതി ഞങ്ങളുടെ പ്രത്യാശയ്ക്കൊരു ഭംഗവും വന്നിട്ടുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നലകളിൽ നടന്നതായിരിക്കുന്ന സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിന്റെ പ്രവചനത്തിന് അധിഷ്ഠിതമായ സംഭവങ്ങളാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിന്റെ പ്രവചനത്തിന് അധിഷ്ഠിതമായ കാര്യമാണ്.
ഇന്നലകളിൽ നടന്നെങ്കിൽ ഇന്നത് നടക്കുന്നുവെങ്കിൽ നാളെയും ബൈബിളിന്റെ പ്രവചനം നടക്കുമെന്ന് നിശ്ചയമാണ്. യേശു മടങ്ങി വരുമെന്നതിന് മറ്റൊരു തെളിവ് അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അതിന്റെ തെളിവാണ് പാലസ്തീനിൽ തുറക്കപ്പെട്ട കല്ലറ. അവൻ ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ തന്റെ സഭയെ ചേർക്കാൻ അവൻ വീണ്ടും വരും. ഈ പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? ആ കണ്ണുകളൊന്ന് അടച്ചു പിടിച്ച് ദൈവസന്നിധിയിലേക്ക് ഹൃദയങ്ങൾ ഒന്നുകൂടി ഒന്ന് ഏകാഗ്രതമാക്കി ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞേ, നീ പഠിക്കാൻ പോയിടങ്ങളിൽ, ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, നീ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ നീ ഒറ്റയാണ്. അപ്പോഴും അമ്മയും നിന്റെ കൂടെയില്ല, പാസ്റ്റർ നിന്റെ കൂടെയില്ല, സൺഡേ സ്കൂൾ അധ്യാപകർ നിന്റെ കൂടെയില്ല, വിശ്വാസികൾ നിന്റെ കൂടെ ആരുമില്ല. പക്ഷെ നീ ഓർക്കണം, യേശു അവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആരും കാണുന്നില്ലെന്ന് കരുതി യേശുവിനെ മറന്ന് ജീവിതം ചെയ്യാൻ നീ താല്പര്യപ്പെടരുത്. ഇന്ന് രാത്രി ചെറുപ്പക്കാരുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തിലേക്ക് തിരിയണം, ദൈവത്തിലേക്ക് ഒരു പടി കൂടി അടുത്തു വരണം. വന്നാൽ നിന്നെ മാനിക്കുന്ന, നിന്റെ ഭാവിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ വേദിയിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടെന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ കണ്ണു തുറക്കുന്നില്ല, എനിക്കാരെയും കാണണമെന്ന് താല്പര്യമില്ല. വഴിയിലോ വീടുകളിലോ പന്തലിലോ സ്റ്റേജിലോ എവിടെയാണെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ളവര് ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. ബാക്കിയുള്ളവരൊന്ന് കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭ ഉണരട്ടെ, ദേശം ഉണരട്ടെ, വ്യക്തികൾ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ഭാവികൾ മാനസാന്തരപ്പെടട്ടെ, ഭാവി വഴികൾ തുറക്കപ്പെടട്ടെ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ ദേശത്ത് വെളിപ്പെടട്ടെ. പിശാച് കൂട്ടിവെച്ചിരിക്കുന്ന ആ കെട്ടുകൾ ഇന്ന് രാത്രിയിൽ അഴിയട്ടെ. ജനജീവിതങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിന് മുമ്പിൽ ജനക്കൂട്ടം ഈ ആ പാട്ടുകളെ പോലെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ, കർത്താവ് പ്രാർത്ഥന കേട്ടത് കരമടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. Thank you.